ആ ഹലോ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് നാനോ കെമിസ്ട്രി ആണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നില്ലേ? ഹലോ. കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. റെക്കോർഡിംഗ് ആണല്ലോ അല്ലേ? ആ ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പോൾ നമ്മൾ സിലബസിലെ സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയുടെ സിലബസിലെ 10th മൊഡ്യൂളിലാണ് നാനോ കെമിസ്ട്രിയെ കുറിച്ചിട്ട് പറയുന്നത്. എല്ലാവരും സിലബസ് നോക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലെ? എല്ലാവരും സിലബസ് വായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മൾ സിലബസ് ഡിസ്കഷൻ വീഡിയോസ് ഒക്കെ ചെയ്തതാണ്, കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോ അതിൽ നമ്മുടെ നാനോ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് നാനോ മെറ്റീരിയൽസ് ആണ്. ദെൻ എന്താണ് നാനോ മെറ്റീരിയൽസ് എന്ന് നോക്കാം. Any material which has at least one dimension is in the nanometer scale is called nanomaterial. അതായത് ഇപ്പൊ ഒരു മെറ്റീരിയൽ, ആ മെറ്റീരിയലിന് XYZ ഡയമെൻഷൻസ് ഉണ്ട്. അതായത് ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, ഇങ്ങനെ 3 ഡയമെൻഷൻസ് ഉണ്ടാവും. അപ്പൊ ആ ഡയമെൻഷൻസിലെ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ നാനോമീറ്റർ സ്കെയിലായാൽ അതിനെ നാനോ മെറ്റീരിയൽ എന്ന് വിളിക്കും. നാനോ അതായത് നാനോമീറ്റർ സ്കെയിൽ എന്ന് പറയുമ്പോൾ 1 to 100 നാനോമീറ്റർ റേഞ്ചിൽ 1 to 100 നാനോമീറ്റർ റേഞ്ചിൽ ഒരു മെറ്റീരിയലിന്റെ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ 1 to 100 നാനോമീറ്റർ റേഞ്ചിലാണെങ്കിൽ അത്തരം മെറ്റീരിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നാനോ മെറ്റീരിയൽ. നമുക്കറിയാം 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അറിയാലോ, എല്ലാവർക്കും അറിയാലോ അല്ലെ? 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻⁹ മീറ്റർ ആണ്. അതായത് 1 ബില്യൺ നാനോമീറ്റർ ചേർന്നാണ് 1 മീറ്റർ ഉണ്ടാവുന്നത്. 1 ബില്യൺ നാനോമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. അതായത് 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻⁻⁹ മീറ്റർ ആണ്. ദെൻ നാനോ എന്ന് പറഞ്ഞാൽ, അപ്പൊ നാനോ എന്താണ്? നാനോ മെറ്റീരിയൽ എന്നുള്ള ഐഡിയ മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ. ദെൻ എന്താണ് നാനോ എന്ന് പറഞ്ഞാൽ? നാനോ എന്ന് പറഞ്ഞാൽ നാനോ മീൻസ് ഡ്വാർഫ് എന്നാണ് ഗ്രീക്കില് മീനിങ്. ദെൻ നാനോ കെമിസ്ട്രി ഡീൽസ് വിത്ത് ദ സിന്തസിസ് ആൻഡ് ക്യാരക്ടറൈസേഷൻ ഓഫ് നാനോ മെറ്റീരിയൽ. നാനോ മെറ്റീരിയലിന്റെയും നാനോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നാനോ മെറ്റീരിയൽസിന്റെ സിന്തസിസും അതിന്റെ ക്യാരക്ടറൈസേഷനും ഉള്ള സ്റ്റഡിയാണ് നാനോ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇതിനാരാണ് ഫാദർ ഓഫ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്? ഫാദർ ഓഫ് നാനോ ടെക്നോളജി റിച്ചാർഡ് ഫെയ്മാൻ ആണ്. ഈ നെയിം നല്ലോണം ഓർത്തു വെക്കണം എല്ലാവരും. ഫാദർ ഓഫ് നാനോ ടെക്നോളജി റിച്ചാർഡ് ഫെയ്ൻമാൻ. അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? അപ്പോ നമ്മൾ പറഞ്ഞു ഒരു 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻⁹ മീറ്റർ ആണ്. അപ്പൊ നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ അത്രയും സ്മാൾ മെറ്റീരിയൽസ് ആണ്. നാനോ സ്കെയിലുള്ള മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ സ്മാൾ മെറ്റീരിയൽസ് ആണ്. നാനോമീറ്റർ ഈസ് എക്സ്ട്രീംലി സ്മാൾ. അറ്റ് നാനോമീറ്റർ സ്കെയിൽ മെറ്റീരിയൽ ബിഹേവ് ഡിഫറെന്റ്ലി. നമ്മളിപ്പോ സാധാരണ നമ്മൾ മെറ്റീരിയൽസിനുള്ള പ്രോപ്പർട്ടി ആവില്ല അത് ആ മെറ്റീരിയൽ ഒരു നാനോമീറ്റർ സ്കെയിലേക്ക് വരുമ്പോൾ. നാനോമീറ്റർ സ്കെയിലേക്ക് വരുമ്പോൾ ഒരു മെറ്റീരിയൽ അതിന്റെ ഏറ്റവും ചെറുതായി നാനോമീറ്റർ സ്കെയിൽ വരുമ്പോൾ ആ ബൾക്കായിരുന്ന ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി തന്നെ ചേഞ്ച് ആവും. ആ പ്രോപ്പർട്ടീസ് തന്നെ ചേഞ്ച് ആയിട്ട് അതിന് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് കാണിക്കാൻ തുടങ്ങും. അതാണ് ഈ നാനോ മെറ്റീരിയൽസിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പൊ അറ്റ് നാനോമീറ്റർ സ്കെയിൽ മെറ്റീരിയൽ ബിഹേവ് ഡിഫറെന്റ്ലി. വി ക്യാൻ യൂസ് ദിസ് ന്യൂ ബിഹേവിയർ ടു മേക്ക് ന്യൂ ടെക്നോളജീസ്. അപ്പൊ ഇങ്ങനെ നമ്മൾ നാനോമീറ്റർ സ്കെയിലിലേക്ക് ഈ മെറ്റീരിയൽ വരുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസിലും ബിഹേവിയറിലും ഒക്കെ ഡിഫറെന്റ് ചേഞ്ചസ് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമ്മുടെ ടെക്നോളജീസിൽ നമുക്ക് ഈ ഡിഫറെന്റ് പ്രോപ്പർട്ടീസിലും ഇതിന്റെ ബിഹേവിയറിലൊക്കെ ചേഞ്ച് വരുമ്പോൾ നമ്മുടെ ടെക്നോളജീസിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നാനോ മെറ്റീരിയൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാനോ മെറ്റീരിയൽസിന് ഇത്രയും ഇമ്പോർട്ടൻസ്. ബൾക്കായിട്ടുള്ള ഒരു മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടി ആയിരിക്കില്ല അറ്റ് ദ സെയിം മെറ്റീരിയൽ ഒരു നാനോമീറ്റർ സ്കെയിലേക്ക് വരുമ്പോൾ കാണിക്കുന്നത്. Okay. Then properties of nanostructures are different from the bulk due to high surface area over volume ratio. അതായത് ബൾക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നാനോമീറ്റർ അല്ലെങ്കിൽ നാനോ സ്ട്രക്ചേഴ്സിലേക്ക് വരുമ്പോൾ അതിന് ഹൈ സർഫസ് ഏരിയ ഓവർ വോളിയം റേഷ്യോ ഉണ്ട്. അത് ഹൈ ആവും, അത് ഇൻക്രീസ് ചെയ്യും.
ദെൻ അതിന് ആ മെറ്റീരിയൽ എന്ത് കാണിക്കും? ക്വാണ്ടം എഫക്ട്സ് കാണിക്കും. അപ്പൊ ക്വാണ്ടം എഫക്ട്സും ഹൈ സർഫസ് ഏരിയ ഓവർ വോളിയം റേഷ്യോ ഈ രണ്ട് പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരുന്നോണ്ടാണ് ഈ രണ്ട് കാര്യങ്ങളിൽ ഡിഫറൻസ് കാണിക്കും. അതുകൊണ്ടാണ് നാനോ സ്ട്രക്ചേഴ്സ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കുക, ക്ലിയർ ചെയ്ത് പോകുക കേട്ടോ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു ബൾക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മുടെ നാനോ സ്ട്രക്ചേഴ്സിലേക്ക് വരുമ്പോൾ അതെന്താകും? അതിന്റെ സർഫസ് ഏരിയ ഓവർ വോളിയം റേഷ്യോയിൽ ചേഞ്ച് വരും. ദെൻ ആ മെറ്റീരിയൽ എന്ത് കാണിക്കും? ക്വാണ്ടം എഫക്ട്സ് കാണിക്കും. അപ്പൊ ഈ രണ്ട് പ്രോപ്പർട്ടീസ് കാരണമാണ് നാനോ മെറ്റീരിയൽസ് എന്ത് കാണിക്കുന്നത്? അവയുടെ ബൾക്ക് മെറ്റീരിയൽസിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, അപ്പോ ഇതിന്റെ ബൾക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൽ നിന്നും നാനോമീറ്റർ സ്കെയിലേക്ക് വരുമ്പോൾ ആ മെറ്റീരിയൽ കാണിക്കുന്ന പ്രോപ്പർട്ടീസിന്റെ ഡിഫറൻസിനുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പൊ നമ്മൾ ഗോൾഡ് ഉണ്ടല്ലോ, ഗോൾഡ് എല്ലാവർക്കും അറിയാലോ. നമ്മൾ ഗോൾഡ് എന്താണ്? കെമിക്കലി ഇനേർട്ട് ആണ് അല്ലെ? നമ്മുടെ നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗോൾഡ് എന്ന് പറയുന്നത് കെമിക്കലി ഇനേർട്ട് ആണ്. പക്ഷേ ആ ഗോൾഡ് നാനോ സ്കെയിലേക്ക് വരുമ്പോ അത് എന്താകും? ഇറ്റ് ആക്ട് ആസ് എ കാറ്റലിസ്റ്റ്. നമുക്ക് സാധാരണ നമ്മൾ ഗോൾഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാറ്റലിസ്റ്റ് ആയിട്ട് അത് റിയാക്ട് ഒന്നുമില്ല. അത് ഇനേർട്ട് ആയിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത് ഗോൾഡ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അത് നാനോ സ്കെയിലേക്ക് വരുമ്പോൾ ആ ഗോൾഡ് എന്തായിട്ട് മാറും? അതൊരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ദെൻ അലുമിനിയം അറ്റ് നാനോ സ്കെയിൽ ഈസ് ഹൈലി കമ്പസ്റ്റബിൾ. അലുമിനിയം എന്താണ്? അലുമിനിയം നാനോ സ്കെയിലേക്ക് വരുമ്പോൾ അലുമിനിയം എന്തായി മാറും? കമ്പസ്റ്റബിൾ ആവും. ദെൻ ഗോൾഡ് നാനോ പാർട്ടിക്കിൾ അപ്പിയർ ഡീപ്പ് റെഡ് ടു ബ്ലാക്ക് കളർ. സാധാരണ നമ്മൾ ഗോൾഡിന്റെ കളർ എന്താണ്? എല്ലാവർക്കും അറിയാലോ, ഒരു യെല്ലോയിഷ് കളറാണ് അല്ലെ? നമ്മുടെ ഗോൾഡ് എന്താണ്? ഒരു യെല്ലോയിഷ് കളറാണ്, അല്ലെങ്കിൽ ഗോൾഡൻ കളറാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഗോൾഡ് നാനോ പാർട്ടിക്കിൾ ആക്കുമ്പോൾ അതിന്റെ കളർ എന്താണ്? ഡീപ്പ് റെഡ് ടു ബ്ലാക്ക് കളറായിട്ടാണ് മാറുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാവരും ഓർത്തുവെക്കട്ടെ. ഈ ഗോൾഡിന്റെ ഒരു കളർ ഇതൊരു മുമ്പ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നാനോ പാർട്ടിക്കിളിൽ ഗോൾഡിന്റെ കളർ എന്താണ്? ഡീപ്പ് റെഡ് ടു ബ്ലാക്ക് കളറാണ് ഗോൾഡ് നാനോ പാർട്ടിക്കിളിന്റെ കളർ. ഓക്കെ, ദെൻ സിങ്ക് ഓക്സൈഡ് പാർട്ടിക്കിൾ പൊസസ് UV ബ്ലോക്കിംഗ് പ്രോപ്പർട്ടി. നമ്മൾ അൾട്രാ വയലറ്റ് റേസിനെ ബ്ലോക്ക് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ആർക്കുണ്ട്? നമ്മുടെ സിങ്ക് ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസിനുണ്ട്. സാധാരണ സിങ്ക് ഓക്സൈഡിന് പ്രോപ്പർട്ടി ഇല്ല. പക്ഷേ നമ്മുടെ സിങ്ക് ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾ പൊസസ് ചെയ്യുമ്പോൾ അതിന് എന്തുണ്ട്? UV ബ്ലോക്കിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. അത്രയും മനസ്സിലായല്ലോ? അപ്പോ എന്താണ് നമ്മുടെ നാനോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 to 100 നാനോമീറ്റർ റേഞ്ചിൽ വരുന്ന പാർട്ടിക്കിൾസിനെയാണ്. അതിൽ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ, ഒന്നല്ലെങ്കിൽ ലെങ്ത് ആവാം, അല്ലെങ്കിൽ വിഡ്ത്ത് ആവാം, അല്ലെങ്കിൽ ഹൈറ്റ് ആവാം. ഏതെങ്കിലും ഒരു ഡയമെൻഷൻ നാനോമീറ്റർ സ്കെയിൽ വരുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഫാദർ ഓഫ് നാനോ ടെക്നോളജി ആരാണ്? റിച്ചാർഡ് ഫെയ്ൻമാൻ ആണ്. ഓക്കെ, ദെൻ എന്താ നമ്മൾ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഒരു ബൾക്ക് മെറ്റീരിയൽ അതിന്റെ നാനോ മെറ്റീരിയലിലേക്ക് വരുമ്പോൾ പ്രോപ്പർട്ടീസിൽ ഡിഫറൻസ് കാണിക്കാൻ കാരണം എന്താണ്? ടു റീസൺസ് ആണ്. ഒന്ന് എന്താണ്? ഹൈ സർഫസ് ഏരിയ വോളിയം റേഷ്യോ. അതിന്റെ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ഹൈ ആകും. ദെൻ അപ്പിയർ ക്വാണ്ടം എഫക്റ്റ് അത് കാണിക്കും. ഈ രണ്ട് കാരണം കൊണ്ടാണ് നാനോ സ്ട്രക്ചേഴ്സ് അതിന്റെ ബൾക്കിൽ നിന്നും ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ അതിന് കുറച്ച് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ദെൻ ഓർത്ത് വെക്കുക, നമ്മുടെ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസിന്റെ കളർ എന്താണ്? ഡീപ്പ് റെഡ് ടു ബ്ലാക്ക് കളറാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ്. അതായത് ഒരുപാട് നാനോ മെറ്റീരിയൽസിനെ ഒരുപാട് ബേസിസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ സിലബസിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? ഡയമെൻഷൻസിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോ നാനോ മെറ്റീരിയൽസിന് 0 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽ, 1 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽ, 2 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽ ആൻഡ് 3 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽ. ഇങ്ങനെ 4 തരമായിട്ട് അതിന്റെ ഡയമെൻഷൻസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്താണ്? 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ്. എന്താണ് 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല്? അതായത് ഇപ്പൊ ഒരു നാനോ മെറ്റീരിയലിന്റെ എല്ലാ ഡയമെൻഷൻസും അതിന്റെ നാനോ സ്കെയിലായിരിക്കാം.
ഇപ്പോ എല്ലാ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ XYZ ഡയമെൻഷൻ, അതായത് അതിന്റെ ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, ഈ 3 ഡയമെൻഷൻസും എന്താകണം? നാനോ സ്കെയിലാകണം. അത്തരം മെറ്റീരിയൽസിനെയാണ് നമ്മൾ 0 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽ എന്ന് വിളിക്കാം. അപ്പൊ ഇതിലെ എല്ലാ ഡയമെൻഷൻസും നാനോ സ്കെയിലായിരിക്കും. നോ ഡയമെൻഷൻസ് ആർ ഗ്രേറ്റർ ദാൻ 100 നാനോമീറ്റർ. അതായത് 1 to 100 നാനോമീറ്റർ റേഞ്ചിലായിരിക്കും ഈ ഈ ഈ മെറ്റീരിയൽസിന്റെ അതായത് 3 ഡയമെൻഷൻസും എന്താകും? നാനോ സ്കെയിലിലായിരിക്കും. അത്തരം വസ്തുക്കളെയാണ് നമ്മൾ 0 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറയാം. ഇതിന്റെ എക്സാമ്പിൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിക്കണം. എക്സാമിന് ഇതിന്റെ എക്സാമ്പിളിന് ഓപ്ഷൻസ് തരും. അതായത് ഇപ്പൊ ക്വാണ്ടം ഡോട്ട്സ്, വിച്ച് ഡയമെൻഷൻ? ഇപ്പൊ 0 തരാം, 1 തരാം, 2 തരാം, 3 തരാം. നമുക്ക് അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, അപ്പൊ 0 ഡയമെൻഷൻസിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ക്വാണ്ടം ഡോട്ട്സ്, മെറ്റൽ നാനോ പാർട്ടിക്കിൾസ്, ഫുള്ളറീൻസ്, ക്ലസ്റ്റേഴ്സ്. ഓക്കെ, ഏതൊക്കെയാണ്? ക്വാണ്ടം ഡോട്ട്സ്, മെറ്റൽ നാനോ പാർട്ടിക്കിൾസ്, ഫുള്ളറീൻസ്, ക്ലസ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ എന്താണ് 0 ഡയമെൻഷൻ എന്ന് പറയാം? വൺസ് അഗൈൻ ഒന്ന് പറഞ്ഞു നോക്കൂ. എന്താണ് 0 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല്? എല്ലാ ഡയമെൻഷൻസും, ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ ദ നാനോ സ്കെയിൽ റേഞ്ച്. ഓക്കെ, എല്ലാ ഡയമെൻഷൻസും, ഒരു മെറ്റീരിയലിന്റെ എല്ലാ ഡയമെൻഷൻസും നാനോമീറ്റർ റേഞ്ചിലാണെങ്കിൽ, നാനോ സ്കെയിൽ റേഞ്ചിലാണെങ്കിൽ അത്തരം വസ്തുക്കളാണ് നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? എക്സാമ്പിൾസ് മറക്കരുത്. ക്വാണ്ടം ഡോട്ട്സ്, മെറ്റൽ നാനോ പാർട്ടിക്കിൾസ്, ഫുള്ളറീൻസ്, ക്ലസ്റ്റേഴ്സ്. ഇവയാണ് 0 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽസിന്റെ എക്സാമ്പിൾ. എക്സാമ്പിൾ നിർബന്ധമായിട്ട് ഓർത്തു വെക്കണം. ഇതിനടുത്ത് രണ്ടാമത്തെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഏതാണ്? 1 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽസ്. 1 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അതിന്റെ പേരിൽ 1 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽ. ഓക്കെ, എങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. അതായത് 1 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ 3 ഡയമെൻഷൻസ് ഉണ്ടല്ലോ, അതിൽ 1 ഡയമെൻഷൻ ഔട്ട് ഓഫ് ദ നാനോ സ്കെയിൽ. ഓക്കെ, അതിൽ 1 ഡയമെൻഷൻ, ഒരു ഡയമെൻഷൻ എന്താണ്? നാനോ സ്കെയിലിന് പുറത്താണ്, അത് മൈക്രോ സ്കെയിലായിരിക്കും. ബാക്കിയുള്ള 2 ഡയമെൻഷൻസും നാനോ സ്കെയിലായിരിക്കും. അപ്പൊ 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാല് 2 ഡയമെൻഷൻസ് ആർ ഇൻ ദ നാനോ സ്കെയിൽ ആൻഡ് 1 ഡയമെൻഷൻ ഇൻ മാക്രോ സ്കെയിൽ. 2 ഡയമെൻഷൻ നാനോ സ്കെയിലാണ്, ഒരു ഡയമെൻഷൻ മാക്രോ സ്കെയിലാണ്. നാനോ ഡയമെൻഷൻസിന് പുറത്താണ്, ഔട്ട് ഓഫ് ദി നാനോ സ്കെയിലാണ്. ഓക്കെ, അപ്പോ ദിസ് ലീഡ്സ് ടു നീഡിൽ ഷേപ്ഡ് നാനോ മെറ്റീരിയൽ. ഇപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കാം നമുക്ക്. കാർബൺ നാനോ ട്യൂബ്സ്. നമുക്കറിയാം കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ലെങ്ത് എന്താണ്? നല്ല ലെങ്ത് ഉണ്ടായിരിക്കും. അപ്പൊ ആ ലെങ്ത് എന്താണ്? നാനോ സ്കെയിലല്ല. ലെങ്ത് എന്താണ്? ഔട്ട് ഓഫ് ദി നാനോ സ്കെയിലാണ്, അല്ലെ? അപ്പൊ 1 ഡയമെൻഷൻ, അപ്പൊ അതിന്റെ ലെങ്ത് എന്തായി? അതിന്റെ മാക്രോ സ്കെയിലായി. അപ്പൊ ലെങ്ത്, അതുകൊണ്ട് തന്നെ അതൊരു വലിയ നല്ല നീളം ഉണ്ടാകും. ഓക്കെ, അപ്പൊ 2 ഡയമെൻഷൻസ് ഇൻ ദ നാനോ സ്കെയിൽ ആൻഡ് 1 ഡയമെൻഷൻ ഇൻ ദ മാക്രോ സ്കെയിൽ. ദിസ് ലീഡ്സ് ടു നീഡിൽ ഷേപ്ഡ് നാനോ മെറ്റീരിയൽസ്. അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? കാർബൺ നാനോ ട്യൂബ്സ്, നാനോ ഫൈബേഴ്സ്, നാനോ റോഡ്സ്, നാനോ വയേഴ്സ്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഒന്നും കൂടി പറയാം. കാർബൺ നാനോ ട്യൂബ്സ്, നാനോ ഫൈബേഴ്സ്, നാനോ റോഡ്സ്, നാനോ വയേഴ്സ്. ഓക്കെ, അപ്പൊ ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പൊ എന്താണ് 1 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാല്? 2 ഡയമെൻഷൻസ്, 2 ഡയമെൻഷൻസ് നാനോ സ്കെയിൽ ആയിരിക്കും, 1 ഡയമെൻഷൻ ഇൻ ദ മാക്രോ സ്കെയിൽ. അതിന്റെ എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാലോ. ഓക്കെ, തേർഡ് ക്ലാസിഫിക്കേഷൻ എന്താണ്? 2 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽ. അപ്പൊ എല്ലാരും ഒന്ന് പറഞ്ഞു നോക്കി, എന്താവും 2 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല്? അതിലെ 2 ഡയമെൻഷൻസ് ഔട്ട് ഓഫ് ദി നാനോ സ്കെയിൽ ആയിരിക്കും, 1 ഡയമെൻഷൻ ഇൻ നാനോ സ്കെയിൽ. ഓക്കെ, അതിന്റെ നെയിമിൽ എന്താണോ, ഇപ്പൊ 2 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽ, അപ്പൊ ആ നെയിമിൽ എന്താണ്? 2 ഡയമെൻഷനൽ. ആ നെയിമിൽ എന്താണോ അത് ഔട്ട് ഓഫ് ദി നാനോ സ്കെയിൽ ആയിരിക്കും. ഓക്കെ, അത് മാക്രോ സ്കെയിൽ ആയിരിക്കും. ബാക്കിയുള്ള ഡയമെൻഷൻ എന്താവും? നാനോ സ്കെയിൽ ആയിരിക്കും. അപ്പൊ എന്താണ് 2 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല്? 1 ഡയമെൻഷൻ ഇൻ നാനോ സ്കെയിൽ ആൻഡ് other two are in macro scale. ഓക്കെ, അപ്പൊ ഇതെന്താവും? എക്സിബിറ്റ് പ്ലേറ്റ് ലൈക്ക് ഷേപ്പ് ആണ്. അപ്പൊ പ്ലേറ്റ് ലൈക്ക് ഷേപ്പ് ആണെങ്കിൽ അത് ഏതാണ്? 2 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽ ആണ്. ദെൻ നീഡിൽ ഷേപ്പ് ആണെങ്കിൽ അത് എന്താണ്? അത് 1 ഡയമെൻഷനൽ ആണ്. ഓക്കെ, അപ്പോ 2 ഡയമെൻഷനൽ നാനോ മെറ്റീരിയലിന് എക്സാമ്പിൾ എന്താണ്? എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? നാനോ ഫിലിംസ്, ഗ്രാഫീൻസ്, ഗ്രാഫീൻ ഓക്സൈഡ് വിത്ത് നാനോമീറ്റർ തിക്നെസ്. നാനോമീറ്റർ തിക്നെസ്സിലുള്ള ഗ്രാഫീൻ ഓക്സൈഡ്, ഗ്രാഫീൻസ്, നാനോ ഫിലിംസ്, ഇവയെല്ലാം എന്താണ്?
ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ്. എന്താണ് 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നെയിമിൽ എന്താണ് 3 ഡയമെൻഷണൽ. അപ്പൊ ഈ 3 ഡയമെൻഷൻസും എന്താണ് ഔട്ട് ഓഫ് ദ നാനോ സ്കെയിൽ റേഞ്ച് ആണ്. അപ്പൊ എങ്ങനെയാണ് അത് അപ്പോ 3 ഡയമെൻഷൻസും എന്താണ് നാനോ സ്കെയിലല്ല, പക്ഷെ അത് നാനോ മെറ്റീരിയൽ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് അത് നാനോ മെറ്റീരിയൽ ആയത്? Dimensions are in macro scale. Bulk nanomaterials are composed of a multiple arrangement of nano-sized crystals in a different orientation. അതായത് കുഞ്ഞു കുഞ്ഞു നാനോ പാർട്ടിക്കിൾസ് കൂടിച്ചേർന്ന് കമ്പോസ് ചെയ്തിട്ട് ഒരു ബൾക്ക് മെറ്റീരിയൽ ആയി മാറുക. അതുകൊണ്ടാണ് അത് നാനോ മെറ്റീരിയൽസ് ആയി മാറിയത്. നാനോ മെറ്റീരിയൽ ആയി മാറിയത് അതിന്റെ 3 ഡയമെൻഷൻസും എന്താണ്, അതായത് അതിന്റെ കോൺസ്റ്റിറ്റ്യൂൻസ് പാർട്ടിക്കിൾസ് എന്താണ്, നാനോ ഡയമെൻഷൻസിലാണ്. അങ്ങനത്തെ ആ പാർട്ടിക്കിൾ ചേർന്നിട്ട് ഒരു ബൾക്ക് മെറ്റീരിയൽ ആയി മാറുകയാണ്. അപ്പൊ അതെന്താണ്, നാനോ മെറ്റീരിയൽസിന്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അതിന്റെ 3 ഡയമെൻഷൻസും ഔട്ട് ഓഫ് ദി നാനോ സ്കെയിൽ ആണ്. ഓക്കെ, 3 ഡയമെൻഷൻസും എന്താണ്, മാക്രോ സ്കെയിൽ ആണ്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾസ്? ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാഫീൻസ് കൂടിച്ചേർന്നാണ് ഗ്രാഫൈറ്റ് ഉണ്ടാകുന്നത്. ഗ്രാഫൈറ്റ്, ബണ്ടിൽസ് ഓഫ് നാനോ ട്യൂബ്സ് ആൻഡ് നാനോ വയേഴ്സ്. നമുക്കറിയാം നാനോ ട്യൂബ്സ്, നാനോ വയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ 1 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് ആണ്. അതിന്റെ ബണ്ടിൽസ് അത് കുറെ കൂടി ചേർന്ന് ഒരു ബൾക്കായി മാറുമ്പോൾ അത് എന്തായി മാറും, 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് ആയി മാറും. ദെൻ കോമ്പോസൈറ്റ്സ്. ഓക്കെ, ഇതൊക്കെയാണ് അപ്പോൾ 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ്. നമ്മൾ എന്താണ് പറഞ്ഞത്, ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. 0 ഡയമെൻഷണൽ, 1 ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ, 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ്. ഇതിന്റെ എക്സാമ്പിൾസ് എന്തായാലും ഓർത്തു വെക്കാം, എക്സാമിന് ചോദിക്കും. ഓക്കെ, ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ദെൻ ഈ ഒരു ഫിഗർ എല്ലാവരും ഓർത്തു വെക്കാം. ഇതിൽ കുറെ എക്സാമ്പിൾസ്, നമ്മൾ നേരത്തെ പഠിച്ച എക്സാമ്പിൾസ് ഓർത്തു വെക്കണം. ദെൻ ഇതിലുള്ള എക്സാമ്പിൾസും ഒന്ന് നോക്കുക, നിർബന്ധമായും പഠിക്കുക. ഓക്കെ, ഇതിൽ നോക്കൂ. 0 ഡയമെൻഷൻസ് ഏതൊക്കെയാണ്? 0 ഡയമെൻഷണൽ നാനോസ്ഫിയേഴ്സ്, ക്ലസ്റ്റേഴ്സ്, ക്വാണ്ടം ഡോട്ട്സ്, ഫുള്ളറിൻസ്, ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ്. ഇവ ഏതാണ് വരുന്നത്? 0 ഡയമെൻഷനിലാണ് വരുന്നത്. ദെൻ 1 ഡയമെൻഷണൽ നാനോ സ്ട്രക്ചേഴ്സിൽ ഏതാ വരുന്നത്? മെറ്റൽ നാനോ റോഡ്സ്, സെറാമിക് ക്രിസ്റ്റൽസ്, കാർബൺ നാനോ ട്യൂബ്സ്, മെറ്റാലിക് നാനോ ട്യൂബ്സ്. അതായത് ഇങ്ങനെ ലെങ്ത്, നീളത്തിലുള്ളതൊക്കെ ഉള്ളത് എന്താണ് 1 ഡയമെൻഷനിലാവും വരിക. ഗോൾഡ് നാനോ വയേഴ്സ്, പോളിമെറിക് നാനോ ഫൈബേഴ്സ്, സെൽഫ് അസംബിൾഡ് സ്ട്രക്ചേഴ്സ്. ഓക്കെ, ദെൻ സെക്കൻഡ് 2 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? തിൻ ഫിലിംസ്, പ്ലേറ്റ്സ്, ലെയേർഡ് സ്ട്രക്ചേഴ്സ്, കാർബൺ കോട്ടഡ് നാനോ പ്ലേറ്റ്സ്, ഗ്രാഫീൻ ഷീറ്റ്സ്. ഓക്കെ, ഗ്രാഫീൻ ഷീറ്റ്സ്, ലെയേർഡ് നാനോ മെറ്റീരിയൽസ്, ഇതൊക്കെ. ദെൻ 3 ഡയമെൻഷനിൽ വരുമ്പോൾ എന്താണ്, ബൾക്ക് നാനോ മെറ്റീരിയൽസ് ആണ് വരിക. പോളിക്രിസ്റ്റൽസ്, ലിപ്പോസോംസ്, പോളിക്രിസ്റ്റലൈൻ ഡെൻഡ്രിമേഴ്സ്. അപ്പൊ ഈ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഏതെങ്കിലും ഒക്കെ ഒന്ന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഡയമെൻഷൻസിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയും ഓർത്ത് വെക്കാം. ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാലോ. ഇനി നമ്മൾ എന്താണ് പറയുന്നത്, കുറച്ച് നാനോ മെറ്റീരിയൽസിനെ കുറിച്ച് പഠിക്കുകയാണ്. ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് നാനോ മെറ്റീരിയൽസ്, അതിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ സ്ട്രക്ചർ, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഫുള്ളറീൻസ്. എല്ലാവർക്കും അറിയാലോ അല്ലെ ഫുള്ളറീൻസ് എന്താണ്? ഫുള്ളറീൻസിന്റെ ഷേപ്പ് എന്താണ്? ഫുള്ളറീൻസ് നമ്മൾ യുജിക്കും ഒക്കെ എല്ലാം നമ്മൾ ഒരുപാട് പഠിച്ച ടോപ്പിക്കാണ് ഫുള്ളറീൻസ്. അതിന്റെ സ്ട്രക്ചറും അതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഫുള്ളറീൻസിനെ കുറിച്ച് അറിയാലോ. എന്താണ് ഫുള്ളറീൻസ് എന്ന് പറഞ്ഞാൽ? ഫുള്ളറീൻസ് ആർ അലോട്രോപ്പ് ഓഫ് കാർബണിന്റെ ഒരു അലോട്രോപ്പ് ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രാഫീൻസ്, ഫുള്ളറീൻസ് ഒക്കെ പിന്നെ കാർബണിന്റെ അലോട്രോപ്സ് ആണ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഫുള്ളറീൻസ് ആർ അലോട്രോപ്പ് ഓഫ് കാർബൺ. ദേ ആർ എ ക്ലാസ് ഓഫ് മോളിക്യൂൾസ് ഓഫ് കാർബൺ ഹാവിങ് എ ഹോളോ കാർബൺ കേജ് സ്ട്രക്ചർ. ഒരു ഹോളോ കാർബൺ കേജ് സ്ട്രക്ചർ ആണുള്ളത്. മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഓഫ് ഫുള്ളറീൻ എന്താണ്? ബക്ക്മിൻസ്റ്റർ ഫുള്ളറീൻ എന്നാണ്. ബക്ക്മിൻസ്റ്റർ ഫുള്ളറീൻ ആണ് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഫുള്ളറീൻ എന്ന് പറയുന്നത്. ആ ബക്ക്മിൻസ്റ്റർ ഫുള്ളറീൻ, അതായത് കാർബൺ 60 കാർബൺ ആറ്റംസ് ചേർന്നിട്ടാണ് അറേഞ്ച് ചെയ്ത ഒരു സ്ഫെറിക്കൽ സ്ട്രക്ചർ ആണ് ബക്ക്മിൻസ്റ്റർ ഫുള്ളറീൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾ എന്ന് പറയുന്നത് ട്രങ്കേറ്റഡ് ഇക്കോസാഹെഡ്രൺ ആണ് അതിന്റെ ഷേപ്പ്. വിച്ച് കണ്ടെയ്ൻ 12 പെന്റഗൺസ് ആൻഡ് 20 ഹെക്സഗൺസ്. 20 ഹെക്സഗൺസും 12 പെന്റഗൺസും ആണ് ചേർന്നിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഇറ്റ് ഈസ് എ 0 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽ. ഫുള്ളറീൻസ് ഏതിലാണ് വരുന്നത്? 0 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽസിൽ വരുന്ന
മെറ്റീരിയൽ ആണ് ഫുള്ളറിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫുള്ളറിന്റെ സ്ട്രക്ചർ. നോക്കൂ, സ്ഫെറിക്കൽ ഷേപ്പ് ആണ്. ഹെക്സഗൺസ്, നമ്മുടെ ഒരു ഫുട്ബോൾ ഷേപ്പ് അല്ലെ, അതിന്റെ ഒരു ഷേപ്പ് ആണ്. ഹെക്സഗൺസും പെന്റഗൺസും ഒക്കെ ചേർന്നിട്ട് ഇതില് ഇത് ഓർത്ത് വെക്കണം കേട്ടോ, എത്ര ഹെക്സഗൺസും എത്ര പെന്റഗൺസും ഉണ്ടെന്ന്. എത്ര ഹെക്സഗൺസ് ആണുള്ളത് പറഞ്ഞേ, എത്ര ഹെക്സഗൺസ് ആണ്? 20 ഹെക്സഗൺസ്. ദെൻ പെന്റഗൺസ് എത്ര ഉണ്ട്? 12 പെന്റഗൺസ്. 12 പെന്റഗൺസ് ആൻഡ് 20 ഹെക്സഗൺസ്. നോക്കൂ, ഒരു ഫുട്ബോൾ ഷേപ്പ് ആണ്. ഓക്കെ, അപ്പോ കാർബൺ 60 മോളിക്യൂൾസിന് എന്താണ് പറയാ? ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ എന്നാണ് പറയാ. ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ. ഓക്കെ, ഇതിന് എന്തൊക്കെയാണ് അതിന്റെ യൂസസ് എന്തൊക്കെയാണ്? ഈ ഫുള്ളറിൻസിന് ആന്റി വൈറൽ ആക്ടിവിറ്റി ഉണ്ട്. ആന്റി വൈറൽ ആക്ടിവിറ്റി ആൻഡ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് HIV ഇൻഫെക്ഷൻ. നമ്മുടെ HIV ഇൻഫെക്ഷന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ആന്റി വൈറൽ ആക്ടിവിറ്റി ഉണ്ട്. യൂസ്ഡ് ആസ് ബയോളജിക്കൽ ആന്റി ഓക്സിഡൻസ്. ബയോളജിക്കൽ ആന്റി ഓക്സിഡൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ഇൻ ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി. നമ്മുടെ ഡ്രഗ് ഡെലിവറിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഡെറിവേറ്റീവ്സ് ആർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്, യൂസ്ഡ് ആസ് ലൂബ്രിക്കൻസ്. അപ്പോ ഇതൊക്കെ ഇതിന്റെ യൂസസ് ഒക്കെ ഒന്ന് നോക്കുക. ദെൻ അടുത്ത നാനോ മെറ്റീരിയൽ ആണ് കാർബൺ നാനോ ട്യൂബ്സ്. വളരെ ഇമ്പോർട്ടൻസ് ആണ് കാർബൺ നാനോ ട്യൂബ്സ്. ഓക്കെ, കാർബൺ നാനോ ട്യൂബ്സ് എന്താണ്? അലോട്രോപ്പ് ഓഫ് കാർബൺ ആണ്. വിച്ച് സീംസ് ടു ബി ഫോംഡ് ബൈ റോളിംഗ് ഇറ്റ് ഇൻഡ് ഓഫ് ഗ്രാഫൈറ്റ് or graphene into cylindrical structures having diameter of 1 to 100 നാനോമീറ്റർ. അപ്പൊ ഇതിന്റെ ഡയമീറ്റർ എത്രയാണ്? 1 to 100 നാനോമീറ്റർ ആണ്. എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്? നമ്മുടെ ഗ്രാഫീൻ ഷീറ്റ് റോൾ ചെയ്തിട്ട് ഒരു സിലിണ്ട്രിക്കൽ സ്ട്രക്ചറിലാക്കുക. ഇതിന്റെ ഡയമീറ്റർ എത്രയാണ്? 1 to 100 നാനോമീറ്റർ. ഓക്കെ, അതിനെയാണ് കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത്. ഈ കാർബൺ നാനോ ട്യൂബ്സ് ഏത് ഡയമെൻഷനിലാണ് വരുന്നത്? ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്? നമ്മൾ പഠിച്ചു, 1 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽ ആണ്. ദെൻ അതായത് 1 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ 1 ഡയമെൻഷൻ മാക്രോ സ്കെയിലാണ്, 2 ഡയമെൻഷൻസ് എന്താണ്? നാനോ സ്കെയിലാണ്. ദെൻ കാർബൺ നാനോ ട്യൂബ്സ് ആർ ട്യൂബുലാർ ഫോം ഓഫ് കാർബൺ. അപ്പൊ ട്യൂബുലാർ ഫോം ഓഫ് കാർബൺ ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? കാർബൺ നാനോ ട്യൂബ്സ്. Then electrical conductivity of nanotubes are 1000 times greater than that of copper. ഇത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഈ പോയിന്റ് ഓർത്ത് വെക്കുക. നമ്മുടെ കോപ്പറിനേക്കാളും എത്ര ടൈംസ് ആണ്? 1000 ടൈംസ് ഗ്രേറ്റർ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ് ഏതിനുള്ളത്? കാർബൺ നാനോ ട്യൂബ്സിനുള്ളത്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. നമ്മുടെ കോപ്പറിനേക്കാൾ 1000 ടൈംസ് ഗ്രേറ്റർ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന മെറ്റീരിയൽ ആണ് ഏത്? കാർബൺ നാനോ ട്യൂബ്സ് എന്ന് കാണിക്കുന്നത്. അപ്പൊ ട്യൂബുലാർ ഫോം ഓഫ് കാർബൺ ആണ് കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഡയമീറ്റർ 1 to 100 നാനോമീറ്റർ, അതായത് നാനോമീറ്റർ സ്കെയിലാണ് അതിന്റെ ഡയമീറ്റർ വരുന്നത്. നമ്മുടെ ഗ്രാഫീൻ ഷീറ്റ് റോൾ ചെയ്തിട്ട് ഒരു സിലിണ്ട്രിക്കൽ സ്ട്രക്ചർ ഫോമിലാക്കുന്നതാണ് കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, then structures of carbon nanotubes. അപ്പോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ വേ ഇൻ വിച്ച് ഗ്രാഫൈറ്റ് ഷീറ്റ്സ് ആർ റോൾഡ്, 2 ടൈപ്സ് ഓഫ് കാർബൺ നാനോ ട്യൂബ്സ് ആർ ഫോംഡ്. നമ്മുടെ ഗ്രാഫൈറ്റ് ഷീറ്റ് റോൾ ചെയ്യുന്നതിന്റെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 2 ടൈപ്പ് കാർബൺ നാനോ ട്യൂബ്സ് ഉണ്ട്. ഒന്ന് സിംഗിൾ വാൾഡ് നാനോ ട്യൂബ്സ്, ദെൻ മൾട്ടി വാൾഡ് നാനോ ട്യൂബ്സ്. ഒന്നാമത്തെ നോക്കാം നമുക്ക്. എന്താണ് സിംഗിൾ വാൾഡ് നാനോ ട്യൂബ്സ് എന്ന് പറഞ്ഞാല്? കൺസിസ്റ്റ് ഓഫ് 1 ടൈപ്പ് ഓഫ് ഗ്രാഫൈറ്റ്, അതായത് ഒരു ടൈപ്പ് ഓഫ് ഗ്രാഫൈറ്റ് ഷീറ്റ് റോൾ ചെയ്തിട്ടാണ് നമുക്ക് കാർബൺ നാനോ ട്യൂബ്സ് കിട്ടുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറയാം. ഇറ്റ് ഈസ് 1 atom thick having a diameter of 2 nanometer and a length of 100 micrometer. ഡയമീറ്റർ എത്ര ഉണ്ടാകുള്ളൂ? 2 നാനോമീറ്റർ ഉണ്ടാകുള്ളൂ അതിന്റെ ഡയമീറ്റർ. ലെങ്ത് 100 മൈക്രോമീറ്റർ ഒക്കെ വരാം. എക്സിബിറ്റ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, then എക്സലന്റ് കണ്ടക്ടർ ആണ്. ഓക്കെ, അതാണ് സിംഗിൾ വാൾഡ് നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത്. ദെൻ മൾട്ടി വാൾഡ് നാനോ ട്യൂബ്സ് എന്താണ്? കൺസിസ്റ്റ് മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് ഗ്രാഫൈറ്റ് റോൾഡ്. മറ്റേത് സിംഗിൾ ഗ്രാഫൈറ്റ് റോഡ് റോൾ ചെയ്തിട്ടാണ് നമ്മൾ സിംഗിൾ വാൾഡ് നാനോ ട്യൂബ്സ് ഉണ്ടാക്കുന്നത്. ഇതെന്താണ്? മൾട്ടി വാൾഡ് നാനോ ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് ഗ്രാഫൈറ്റ് റോഡ്സ് റോൾ ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് എന്ത്? മൾട്ടിപ്പിൾ വാൾഡ് നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത്. It exhibits both metallic and semiconducting properties. It is used for storing fuel such as hydrogen and methane.
അപ്പൊ ഈ പോയിന്റ് ഓർത്ത് വെക്കുക. അപ്പൊ ഏത് കാർബൺ നാനോ ട്യൂബ്സ് ആണ് നമ്മൾ അതായത് ഫ്യൂവൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? ഹൈഡ്രജൻ ഫ്യൂവൽസ് ആൻഡ് മീഥൈൻസ് ഒക്കെ ഈ ഫ്യൂവൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നാനോ ട്യൂബ്സ് ഏതാണ്? മൾട്ടി വാൾഡ് നാനോ ട്യൂബ്സ് ആണ്. ഓക്കെ, മൾട്ടി വാൾഡ് നാനോ ട്യൂബ്സ് ആണ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ഫ്യൂവൽസ്. ഇത്രയും മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഫിഗർ നോക്കൂ, ഗ്രാഫീൻ എന്ന് പറഞ്ഞ സിംഗിൾ ലെയർ ആണ്. ആ സിംഗിൾ ലെയർ റോൾ ചെയ്തിട്ട് എന്തായി? സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ്സ് ആയ. ദെൻ അതിന്റെ മൾട്ടി ലെയേഴ്സ്, ഗ്രാഫീന്റെ മൾട്ടി ലെയേഴ്സ് ചേർന്നാൽ എന്താകും? ഗ്രാഫൈറ്റ് ആണ്. അപ്പൊ അങ്ങനെ ഗ്രാഫൈറ്റ് ചേർന്നിട്ട് എന്തായി? മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ്സ്. ഓക്കെ, റോൾ ചെയ്തിട്ട് മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ്സ് ആയി. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെക്കുക. Then properties of carbon nanotubes. Carbon nanotubes എന്താണ്? വെരി സ്ട്രോങ് ആണ്, withstand very extreme strain and tension and possess elastic flexibility. The atoms in nanotubes are continuously vibrating back and forth. ഈ നാനോട്യൂബ്സിലുള്ള ആറ്റംസ് എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് vibrating back and forth. It is highly conducting and behave like a metallic or semi-conducting material. നമുക്കിതിനെ എന്താക്കാം? കണ്ടക്ടേഴ്സ് ആയിട്ടും സെമി കണ്ടക്ടേഴ്സ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ഹാസ് വെരി ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് കഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് കഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കുന്നുണ്ട് കാർബൺ നാനോട്യൂബ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ യൂസസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ബാറ്ററി ടെക്നോളജി ആൻഡ് ഇൻ ഇൻഡസ്ട്രീസ് ആസ് കാറ്റലിസ്റ്റ്. ബാറ്ററി ടെക്നോളജിയിലും ഇൻഡസ്ട്രിയിലൊക്കെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ആസ് ലൈറ്റ് വെയ്റ്റ് ഷീൽഡിംഗ് മെറ്റീരിയൽ ഫോർ പ്രൊട്ടക്ടിങ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്. നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഷീൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാർബൺ നാനോ ട്യൂബ്സ് യൂസ് ചെയ്യുന്നുണ്ട്. Effectively used inside the body for drug delivery, then efficient catalyst in chemical reactions. നമ്മൾ ഡ്രഗ് ഡെലിവറിയിലെ effectively used in the body for drug delivery, then catalyst in chemical reactionsൽ catalyst ആയിട്ട് നമ്മൾ കാർബൺ നാനോ ട്യൂബ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഇതിനടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഗ്രാഫീൻ. എന്താണ് ഗ്രാഫീൻ എന്ന് പറഞ്ഞാല്? ഗ്രാഫീൻ എന്ന് പറയുന്നത് കാർബണിന്റെ വേറൊരു അലോട്രോപ്പ് ആണ്. ഓക്കെ, കാർബണിന്റെ ഡിഫറെന്റ് ഫോംസ് അതിന് അലോട്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫുള്ളറീൻസ് ഒരു അലോട്രോപ്സ് ആണ്. ദെൻ ഗ്രാഫീൻ വേറൊരു അലോട്രോപ്സ് ആണ്. കൺസിസ്റ്റിംഗ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് ആറ്റം അറേഞ്ച്ഡ് ഇൻ എ ഹെക്സഗണൽ ലാറ്റിസ്. ഒരു ഹെക്സഗണൽ ലാറ്റിസിലെ ഒരു സിംഗിൾ ലെയർ ഓഫ് ആറ്റംസ് അറേഞ്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അതാണ് ഗ്രാഫീൻ എന്ന് പറയുന്നത്. ഗ്രാഫീൻ ഷീറ്റ് ക്യാൻ produce variety of other nanomaterials including graphite, carbon nanotubes, fullerenes. അപ്പോൾ ഒരുപാട് നാനോ മെറ്റീരിയൽസിന്റെ അതിന്റെ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാണ്? ഗ്രാഫീൻ യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫീനെ മദർ ഓഫ് കാർബൺ നാനോ മെറ്റീരിയൽസ് എന്നുള്ള വേറൊരു പേരും കൂടിയുണ്ട്. അപ്പൊ ഗ്രാഫീന്റെ മറ്റൊരു നെയിം എന്താണ്? മദർ ഓഫ് കാർബൺ നാനോ മെറ്റീരിയൽ. അപ്പൊ മദർ ഓഫ് കാർബൺ നാനോ മെറ്റീരിയൽസ് എന്നറിയപ്പെടുന്ന നാനോ മെറ്റീരിയൽ ഏതാണ്? ഗ്രാഫീൻ. ഇറ്റ് ഈസ് വൺ അറ്റോമിക് ലെയർ ഓഫ് ഗ്രാഫൈറ്റ്. ഗ്രാഫീൻസ് കൂടി ചേർന്നാണ് ഗ്രാഫൈറ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഗ്രാഫൈറ്റിന്റെ വൺ അറ്റോമിക് ലെയർ ആണ് ഗ്രാഫീൻ എന്ന് പറയുന്നത്. Okay, then each carbon atom in graphene is covalently bonded to 3 other carbon atoms with sp2 hybridization. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാഫീനിൽ ഉള്ള ഹൈബ്രിഡൈസേഷൻ ഏതാണ്? sp2 ഹൈബ്രിഡൈസേഷൻ. then എന്തൊക്കെയാണ് ഗ്രാഫീന്റെ പ്രോപ്പർട്ടീസ്? ഗ്രാഫീൻ ഈസ് ദ തിന്നസ്റ്റ്. ഗ്രാഫീൻ എന്താണ്? ഒരു തിന്നസ്റ്റ്, നമ്മുടെ ഈ പെൻസിലിന്റെ ഉള്ളിലുള്ള ഉണ്ടല്ലോ, അത് ഗ്രാഫീൻ ആണ്. അപ്പൊ തിന്നസ്റ്റ് മെറ്റീരിയൽ ആണ്. അറ്റ് ദ സെയിം ടൈം സ്ട്രോങ്ങസ്റ്റ് മെറ്റീരിയലും ആണ്. then എന്താണ്? ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഹൈ ഇലാസ്റ്റിസിറ്റി ആൻഡ് ഹൈ ഫ്ലെക്സിബിലിറ്റി, ഹൈ ഹാർഡ്നെസ്. അപ്പൊ നല്ല ഹാർഡ് മെറ്റീരിയൽ ആണ്. അറ്റ് ദ സെയിം ടൈം തിന്നസ്റ്റ് മെറ്റീരിയൽ ആണ്. ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, ഹൈ ഇലാസ്റ്റിസിറ്റി ആൻഡ് ഹൈ ഫ്ലെക്സിബിലിറ്റി. then എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ്? യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്, മൈക്രോ ചിപ്സ്. then നമ്മുടെ സോളാർ പാനൽസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആന്റി കൊറോഷൻ കോട്ടിങ്സ് ആൻഡ് പെയിന്റ്സ്. ഓക്കെ, then അതായത് പെയിന്റ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. then ആന്റി കൊറോഷൻ കോട്ടിങ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ മേക്കിംഗ് ഫ്ലെക്സിബിൾ ഡിസ്പ്ലേസ്. നമ്മുടെ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡിസ്പ്ലേസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രാഫീൻസ് യൂസ് ചെയ്യുന്നുണ്ട്.
ഇതിനടുത്തതാണ് നാനോ വയേഴ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. നമ്മളിപ്പോ നാനോ ട്യൂബ്സ് പറഞ്ഞു, ഗ്രാഫീൻസ് പറഞ്ഞു, ഫുള്ളറിൻസ് പറഞ്ഞു. ഓക്കെ, നാനോ ട്യൂബ്സിന്റെ ഡിഫറൻസ് ഫോംസ് പറഞ്ഞു, മൾട്ടി വാൾഡ്, സിംഗിൾ വാൾഡ്. ഓക്കെ, അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇത്ര എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാലോ. അടുത്തതാണ് നാനോ വയേഴ്സ്. നാനോ വയേഴ്സ് ആർ നാനോ സ്ട്രക്ചേഴ്സ് വിത്ത് ഡയമീറ്റർ ഇൻ ദ റേഞ്ച് ഓഫ് നാനോമീറ്റർ. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം എന്താണ് ഡയമീറ്റർ എന്താകും? നാനോ സ്കെയിൽ ആയിരിക്കും ഇതിന്റെ ഡയമീറ്റർ. ഓക്കെ, റേഷ്യോ ഓഫ് ലെങ്ത് ടു വിഡ്ത്ത് ഗ്രേറ്റർ ദാൻ 20. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ റേഷ്യോ ഓഫ് ലെങ്ത് ടു വിഡ്ത്ത്, അതായത് ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ ഗ്രേറ്റർ ദാൻ 20 ആണെങ്കിൽ അത് എന്താകും? നാനോ വയേഴ്സ് ആയിരിക്കും. മെനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നാനോ വയേഴ്സിന് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. മെറ്റാലിക് ഉണ്ട്, സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇൻസുലേറ്റിംഗ് ഉണ്ട്. മെറ്റാലിക്സിന് എക്സാമ്പിൾ ആണ് നിക്കല്, പ്ലാറ്റിനം, ഗോൾഡ്. ഇതൊക്കെ എന്താണ് നമ്മുടെ നാനോ വയേഴ്സിന് മെറ്റാലിക് നാനോ വയേഴ്സിന് എക്സാമ്പിൾ ആണ്. ദെൻ സെമി കണ്ടക്ടിങ് നാനോ വയേഴ്സിന് എക്സാമ്പിൾ ആണ് ഇൻഡിയം ഫോസ്ഫൈഡ്, സിലിക്കൺ, ഗാലിയം നൈട്രൈഡ്. ഇതൊക്കെ എന്താണ് സെമി കണ്ടക്ടിങ് നാനോ വയേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ആൻഡ് ഇൻസുലേറ്റിംഗ് ഉണ്ട്. അപ്പൊ 3 പ്രോപ്പർട്ടീസ്, മെറ്റാലിക്കും ആണ്, സെമി കണ്ടക്ടിങ്ങും ആണ്, ഇൻസുലേറ്റിംഗും ആണ്. ഇൻസുലേറ്റിംഗ് ഏതൊക്കെയാണ്? സിലിക്കൺ ഡയോക്സൈഡ്, ദെൻ ടൈറ്റാനിയം ഡയോക്സൈഡ്. റെഫർ ടു ആസ് വൺ ഡയമെൻഷണൽ മെറ്റീരിയൽ. അതറിയാലോ, നമ്മൾ പഠിച്ചു. വൺ ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസിന്റെ എക്സാമ്പിൾ നമ്മൾ നാനോ വയേഴ്സ് ഒക്കെ പഠിച്ചു. ഓക്കെ, ദെൻ നാനോ വയേഴ്സ് ആർ ആൾസോ കാൾഡ് ക്വാണ്ടം വയേഴ്സ്. അത് ഓർത്തു വെക്കാം. ക്വാണ്ടം വയേഴ്സ് എന്നറിയപ്പെടുന്ന ഏതാണ്? നാനോ വയേഴ്സ് ആണ്. ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? വൺ ഡയമെൻഷണൽ മെറ്റീരിയൽസിലാണ് അത് വരുന്നത്. ദെൻ ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. മെറ്റാലിക് ഉണ്ട്, സെമി കണ്ടക്ടിങ് ഉണ്ട്, ഇൻസുലേറ്റിംഗ് ഉണ്ട്. ഓക്കെ, ദെൻ ഇതിന്റെ റേഷ്യോ ഓഫ് ലെങ്ത് ടു വിഡ്ത്ത് എത്രയായിരിക്കും? ഗ്രേറ്റർ ദാൻ 20 ആയിരിക്കും. ഓക്കെ, അപ്പൊ നാനോ വയേഴ്സിനെ കുറിച്ച് അത്രയാണ് പറയാനുള്ളത്. മനസ്സിലായല്ലോ. ദെൻ എന്തൊക്കെയാണ് നാനോ വയേഴ്സിന്റെ പ്രോപ്പർട്ടീസ്? കണ്ടക്ടിവിറ്റി ഓഫ് നാനോ വയർ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ബൾക്ക് മെറ്റീരിയൽ. ബൾക്ക് മെറ്റീരിയലിനേക്കാൾ കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. ഇറ്റ് എക്സിബിറ്റ് ഡിസ്റ്റിങ്ക്ട് ഒപ്റ്റിക്കൽ, കെമിക്കൽ, തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്. സിലിക്കൺ നാനോ വയേഴ്സ് എക്സിബിറ്റ് സ്ട്രോങ് ഫോട്ടോ ലുമിനസെൻസ്. അപ്പൊ സിലിക്കൺ നാനോ വയേഴ്സ് എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ള ഫോട്ടോ ലുമിനസെൻസ് കാണിക്കും. ഓക്കെ, അപ്പോ ഫോട്ടോ ലുമിനസെൻസ് കാണിക്കുന്ന നാനോ വയർ മെറ്റീരിയൽ ഏതാണ്? സിലിക്കൺ നാനോ വയേഴ്സ് എക്സിബിറ്റ് സ്ട്രോങ് ഫോട്ടോ ലുമിനസെൻസ്. അതിന്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. യൂസ്ഡ് ടു പ്രിപ്പയർ ആക്റ്റീവ് ഇലക്ട്രോണിക് കമ്പോണൻസ് സച്ച് ആസ് PN ജംഗ്ഷൻ ആൻഡ് ലോജിക് ഗേറ്റ്സ്. നമ്മുടെ ലോജിക് ഗേറ്റ്സ്, PN ജംഗ്ഷൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നാനോ മെറ്റീരിയൽ ഏതാണ്? ഇത് ഇമ്പോർട്ടന്റ് ആയി ഓർത്ത് വെക്കുക. നാനോ വയേഴ്സ് ആണ്. ഓക്കെ, ദെൻ ഡിജിറ്റൽ കമ്പ്യൂട്ടിംഗ്. നാനോ വയേഴ്സ് റീപ്ലേസ് കൺവെൻഷണൽ കോപ്പർ വയേഴ്സ് യൂസ്ഡ് ഇൻ ടെലിവിഷൻ, കമ്പ്യൂട്ടേഴ്സ്. നമ്മുടെ ടെലിവിഷനിലും കമ്പ്യൂട്ടേഴ്സിലൊക്കെയുള്ള കോപ്പർ വയേഴ്സിനെ ഒരു റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് യൂസ് ചെയ്യാം? നാനോ വയേഴ്സ് യൂസ് ചെയ്യാം. ദെൻ സിൽവർ ക്ലോറൈഡ് നാനോ വയേഴ്സ് യൂസ്ഡ് ആസ് എ ഫോട്ടോ കാറ്റലിസ്റ്റ്. അപ്പൊ ഫോട്ടോ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന നാനോ വയർ ഏതാണ്? ഏതിന്റെ നാനോ വയർ ആണ്? സിൽവർ ക്ലോറൈഡ് നാനോ വയേഴ്സ്. ഓക്കെ, സിൽവർ ക്ലോറൈഡ് നാനോ വയേഴ്സ് യൂസ്ഡ് ആസ് ഫോട്ടോ കാറ്റലിസ്റ്റ്. ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്കാണ് ക്വാണ്ടം ഡോട്ട്സ്. നമ്മൾ ഈ അടുത്ത കാലത്ത് ക്വാണ്ടം ഡോട്ട്സിനെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ടാവും. കാരണം നമ്മൾ 2023 നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് കിട്ടിയത് ക്വാണ്ടം ഡോട്ട്സിന്റെ ആപ്ലിക്കേഷനുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസും അതിന്റെ ഡിസ്കവറിക്കൊക്കെ ഉള്ള ആണ് നമുക്ക് കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് കിട്ടിയത് അല്ലെ. 3 സയന്റിസ്റ്റ് നോബൽ പ്രൈസ് കിട്ടി. അത് ഈ ക്വാണ്ടം ഡോട്ട്സിന്റെ ഇതിനാണ്, ഡിസ്കവറിക്കാണ്. ഓക്കെ, അതിന്റെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസിനൊക്കെ ആണ് കിട്ടിയത്. അപ്പൊ എന്താണ് ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറഞ്ഞാല്? ക്വാണ്ടം ഡോട്ട്സ് ആർ സ്മാൾ പാർട്ടിക്കിൾസ് ഓഫ് എ സെമി കണ്ടക്ടർ. നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് ഉണ്ടല്ലോ, അതിന്റെ നാനോ സ്കെയിലുള്ള സെമി കണ്ടക്ടേഴ്സ്, അതായത് സ്മാൾ പാർട്ടിക്കിൾസ് ഓഫ് എ സെമി കണ്ടക്ടേഴ്സിനെയാണ് ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്നത്. അതായത് സെമി കണ്ടക്ടർ അതിന്റെ നാനോ ഫോമില്, നാനോ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ, ഡയമീറ്റർ റേഞ്ചസ് ഫ്രം 2 to 10 നാനോമീറ്റർ. ഇതിന്റെ ഡയമീറ്റർ ഒന്ന് ഓർത്ത് വെക്കാം. ക്വാണ്ടം ഡോട്ട്സിന്റെ ഡയമീറ്റർ എത്രയാണ്? 2 to 10 നാനോമീറ്റർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഈ ക്വാണ്ടം ഡോട്ട്സിന്റെ ഡയമീറ്റർ എത്രയാണെന്ന് കേട്ടോ. അപ്പോ 2 to 10 നാനോമീറ്റർ ആണ് ക്വാണ്ടം ഡോട്ട്സിന്റെ ഡയമീറ്റർ. ദെൻ ക്വാണ്ടം ഡോട്ട്സ് നമ്മൾ പഠിച്ചു ഏത് ഡയമെൻഷനിലാണ് വരുന്നത്? 0 ഡയമെൻഷനിലാണ് ക്വാണ്ടം ഡോട്ട്സ് വരുന്നത്. ദെൻ പൊട്ടൻഷ്യൽ ആപ്ലിക്കേഷൻ ഇൻ ഇലക്ട്രോണിക് ആൻഡ് ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസ്.
നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസിലും ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസിലൊക്കെ എന്താണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നാനോ മെറ്റീരിയൽ ആണ് ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്നത്. നോൺ ആസ് ആർട്ടിഫിഷ്യൽ ആറ്റംസ്. ആർട്ടിഫിഷ്യൽ ആറ്റംസ് എന്നും ക്വാണ്ടം ഡോട്ട്സ് അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ ആപ്ലിക്കേഷൻ? ഇൻക്രീസ് ദ സ്റ്റോറേജ് ആൻഡ് പെർഫോമൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്മാൾ പാർട്ടിക്കിൾസ് ആണ്. ആ സ്മാൾ പാർട്ടിക്കിൾസ് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഡിവൈസസിന്റെ ഒക്കെ സൈസ് കുറക്കാൻ പറ്റും. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക്സിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ എന്താണ്? അതിന്റെ സൈസ്, അതായത് കുറഞ്ഞ പ്ലേസിൽ കൂടുതൽ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലെ? അപ്പൊ അതിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ക്വാണ്ടം ഡോട്ട്സ് എന്ന് പറയുന്നത്. ഇൻക്രീസ് ദ സ്റ്റോറേജ് ആൻഡ് പെർഫോമൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ദെൻ സെൽ ലാബലിംഗ്, ക്യാൻസർ തെറാപ്പി. ക്യാൻസർ തെറാപ്പിയിലൊക്കെ നമുക്കിപ്പോ ഒരു സ്പെസിഫിക് സെല്ലില്, ഇപ്പൊ നമുക്കൊരു സെല്ലിന് ക്യാൻസർ സെല്ലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അറ്റ് ദ സ്പെസിഫിക് സൈറ്റിൽ ചെന്നിട്ട് ക്വാണ്ടം ഡോട്ട്സ് എന്നിട്ട് അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. വേറെ ഓർഗൻസിനെ ഒന്നും അത് ബാധിക്കാതെ ആ സ്പെസിഫിക് സെല്ലിൽ മാത്രം ചെന്നിട്ട് അതിനെ നശിപ്പിക്കാനുള്ള കഴിവ് എന്തിനുണ്ട്? ക്വാണ്ടം ഡോട്ട്സിനുണ്ട്. ദെൻ LED വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. LED വളരെ LED ഒക്കെ ഇതിന്റെ ഭയങ്കര നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. ദെൻ ഇൻക്രീസ് ദ എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ടുഡേസ് ടിപ്പിക്കൽ ഫോട്ടോ വോൾട്ടായിക് സെൽസ്. ദെൻ ഫോട്ടോ വോൾട്ടായിക് സെൽസിലെ, പിന്നെ സോളാർ പാനൽസിലെ LED, ക്യാൻസർ തെറാപ്പി, സെൽ ലേബലിംഗ്, ദെൻ നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസസിൽ. ഓക്കെ, ഇതിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ക്വാണ്ടം ഡോട്ട്സിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മളിപ്പോ ഒരുപാട് നാനോ മെറ്റീരിയൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിന്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കി. ദെൻ അതിന് എന്താണ് നാനോ മെറ്റീരിയൽ, അതിന്റെ നാനോ മെറ്റീരിയൽ ആകുമ്പോൾ അതിന്റെ ബൾക്കിൽ നിന്നും എന്ത് ഡിഫറൻസ് ആണ് നാനോ മെറ്റീരിയലിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത് നോക്കി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിക്കൂ. ഇത്രയും മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇപ്പൊ തന്നെ പഠിച്ചു പോകാം. ഓക്കെ, then എന്താണ് അടുത്ത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ് സിന്തസിസ് ഓഫ് നാനോ മെറ്റീരിയൽസ്. നാനോ മെറ്റീരിയൽസിന്റെ സിന്തസിസ്. 2 മെയിൻ അപ്രോച്ചസ് ആർ യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് നാനോ മെറ്റീരിയൽസ്. മെയിൻ ആയിട്ട് 2 ടൈപ്പ് അപ്രോച്ചസ് ആണ് സിന്തസിസ് ഓഫ് നാനോ മെറ്റീരിയൽസിൽ വരുന്നത്. ഒന്നാമത്തേത് ടോപ്പ് ഡൗൺ മെത്തേഡ്, രണ്ടാമത്തേത് ബോട്ടം അപ്പ് മെത്തേഡ്. അതിൽ ഒന്നാമത്തെ എന്താന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ എന്താണ്? ടോപ്പ് ഡൗൺ മെത്തേഡ്. ടോപ്പ് ഡൗൺ മെത്തേഡ്. അപ്പൊ അതിൽ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എന്ത്? ടോപ്പ് ഡൗൺ, അതായത് ബൾക്ക് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനെ ഡൗൺ ആക്കുക. അതായത് നാനോ മെറ്റീരിയൽസ് ആർ സിന്തസൈസ്ഡ് ബൈ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ബൾക്ക് സോളിഡ് ഇൻ ടു നാനോ സൈസ്. ബൾക്ക് ആയിട്ടുള്ള ഒരു സോളിഡിനെ ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ നാനോ സൈസിലേക്ക് കൊണ്ടുവരിക. അതിനെയാണ് എന്ത് പറയാ? ടോപ്പ് ഡൗൺ മെത്തേഡ് എന്ന് പറയാ. ടോപ്പ് ഡൗൺ പ്രോസസ് ഈസ് ഡൊമിനന്റ് പ്രോസസ് ഇൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്. നമ്മുടെ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ടോപ്പ് ഡൗൺ മെത്തേഡ് ആണ്. അപ്പൊ ഈ ടോപ്പ് ഡൗൺ മെത്തേഡിനുള്ള എക്സാമ്പിൾസ് ആണ് ബോൾ മില്ലിംഗ് മെത്തേഡ്, ലേസർ അബ്ലേഷൻ മെത്തേഡ്. അപ്പൊ ഈ ബോൾ മില്ലിംഗ് മെത്തേഡും ലേസർ അബ്ലേഷൻ മെത്തേഡും ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ടോപ്പ് ഡൗൺ മെത്തേഡിലാണ് വരുന്നത്. എന്താണ് ബോൾ മില്ലിംഗ് മെത്തേഡ്, എന്താണ് ലേസർ അബ്ലേഷൻ മെത്തേഡ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. വരുന്ന സ്ലൈഡിൽ നമ്മൾ പഠിക്കും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ടോപ്പ് ഡൗൺ മെത്തേഡ് എന്ന് മനസ്സിലായല്ലോ. അടുത്ത മെത്തേഡ് ആണ് ബോട്ടം അപ്പ് മെത്തേഡ്. ബോട്ടം അപ്പ് മെത്തേഡ് പറഞ്ഞാൽ എന്താണ്? മറ്റേതിന്റെ നേരെ റിവേഴ്സ്. നാനോ മെറ്റീരിയൽസ് ആർ സിന്തസൈസ്ഡ് ബൈ അസംബ്ലിംഗ് ദ ആറ്റംസ് ഓർ മോളിക്യൂൾ. അതായത് നമ്മൾ ടോപ്പ് ഡൗൺ മെത്തേഡ് എന്തായിരുന്നു? ബൾക്ക് ആയിട്ടുള്ള ഒരു സോളിഡിനെ ബ്രേക്ക് ചെയ്ത് നാനോ സൈസിലേക്ക് കൊണ്ടുവരാം. ബോട്ടം അപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുഞ്ഞു ആറ്റംസ്, മോളിക്യൂൾസ് ഒക്കെ ചേർത്ത് ആ ഒരു നാനോ സ്കെയിലിലേക്ക് കൊണ്ടുവരാം. ചെറുതിൽ നിന്നും വലുതാക്കാം. ഓക്കെ, അതായത് ആറ്റംസ് ചേർത്ത് നാനോ മെറ്റീരിയൽസ് ആർ സിന്തസൈസ്ഡ് ബൈ അസംബ്ലിംഗ് ദ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ടുഗദർ. മനസ്സിലായല്ലോ? Instead of taking materials away to make structures, the bottom-up approach selectively adds atoms to create structures. Bottom-up approach എന്താണ്? ആറ്റംസിനെ അസംബിൾ ചെയ്തിട്ട് അതിന്റെ ഒരു നാനോ സ്ട്രക്ചർ ഫോം ചെയ്യാം. അതിന് എക്സാമ്പിൾ ആണ് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ മെത്തേഡ്. ഒരു കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ മെത്തേഡ് ഏതിലാ വരുന്നത്? ബോട്ടം അപ്പ് മെത്തേഡിലാണ് വരുന്നത്. ഈ ഫിഗർ നോക്കൂ, ഇത് നോക്കിയാൽ മനസ്സിലാവും. ടോപ്പ് ഡൗൺ മെത്തേഡ് നോക്കൂ. ഒരു ബൾക്ക് മെറ്റീരിയലിനെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ പൗഡർ ഫോമിലേക്ക് വന്നു. ദെൻ പൗഡർ ഫോം നാനോ പാർട്ടിക്കിൾസിലേക്ക് വന്നു. ഇതിനടുത്ത് നോക്കൂ, ബോട്ടം അപ്പ് മെത്തേഡ് നോക്കൂ. ആറ്റംസ് ഓർ മോളിക്യൂൾസ് അസംബിൾ ചെയ്തിട്ട് ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്തു, ദെൻ നാനോ പാർട്ടിക്കിൾസ്. ഓക്കെ, മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. ക്ലാസ് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ അല്ലേ? ആരെങ്കിലും റിപ്ലൈ തരൂ. ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ സിന്തസിസ് ടെക്നിക്സ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ഈ ഫിഗർ നമ്മൾ എന്തായാലും ഓർത്ത് വെക്കണം. അതായത് ഏതൊക്കെ പ്രോസസ് ആണ് ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ വരുന്നത്, ഏതൊക്കെയാണ് ബോട്ടം അപ്പ് അപ്രോച്ചിൽ വരുന്നത് എന്ന്. ടോപ്പ് ഡൗൺ ഏതിൽ ഇത് എക്സാമിന് നമുക്ക് ഓപ്ഷൻസ് തന്നിട്ട് ഇത് ടോപ്പ് ഡൗണിലാണോ ബോട്ടം അപ്പിലാണോ എന്ന് ചോദിക്കട്ടെ. അങ്ങനെ ചോദിച്ചിട്ടുണ്ട് മുൻപത്തെ എക്സാമിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കാം. ബോൾ മില്ലിംഗ് ഏതിലാ വരുന്നത്? ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. ബോൾ മില്ലിംഗ്, തെർമൽ എവാപറേഷൻ, ലേസർ അബ്ലേഷൻ, സ്പട്ടറിംഗ്. അപ്പൊ ഇത്രയും ഏതിലാണ് വരുന്നത്? ടോപ്പ് ഡൗൺ അപ്രോച്ചിലാണ് വരുന്നത്. ദെൻ ബോട്ടം അപ്പ് അപ്രോച്ചിൽ വരുന്നത് ഏതാണ്? CVD. എന്താ CVD എന്ന് പറഞ്ഞാൽ? കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. ഓക്കെ, നമ്മൾ പഠിക്കും എന്താണ് വിശദമായിട്ട് പഠിക്കും. ഓക്കെ, കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ, ഹൈഡ്രോ തെർമൽ, കോ പ്രസിപ്പിറ്റേഷൻ, സോൾ ജെൽ പ്രോസസ്. അപ്പൊ ഇത്രയും പ്രോസസ്സുകൾ ഏതിലാണ് വരുന്നത്? ബോട്ടം അപ്പ് അപ്രോച്ചിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ടോപ്പ് ഡൗണിൽ വരുന്നത്? ബോൾ മില്ലിംഗ്, തെർമൽ എവാപറേഷൻ, ലേസർ അബ്ലേഷൻ, സ്പട്ടറിംഗ്. ഇത്രയും പ്രോസസ് ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ വരുമ്പോൾ ബോട്ടം അപ്പ് അപ്രോച്ചിൽ ഏതൊക്കെയാണ് വരുന്നത്? കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ, ഹൈഡ്രോ തെർമൽ, കോ പ്രസിപ്പിറ്റേഷൻ, സോൾ ജെൽ പ്രോസസ്. ഇത് നന്നായിട്ട് ഓർത്ത് വെക്കണം. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ബോൾ മില്ലിംഗ് മെത്തേഡ്? ബോൾ മില്ലിംഗ് മെത്തേഡ് ഏതിലാണ് വരുന്നത്? നോക്കൂ, ടോപ്പ് ഡൗണിലല്ലേ വരുന്നത്. അപ്പൊ എന്താണ് ബോൾ മില്ലിംഗ്? നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചില പ്രോസസ്സുകളാണ് ഇനി പഠിക്കാൻ പോണത്. ഇതിലെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് മാത്രമാണ് നോക്കുന്നത്. അപ്പൊ ഇത് ഏതിലാണ് വരുന്നത് എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഓരോന്നും ഇങ്ങനെ ഇത് കാര്യമായിട്ട് നോക്കണമെന്നില്ല. പക്ഷെ എന്നാലും ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ എന്താണ് ബോൾ മില്ലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാല് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. മെക്കാനിക്കൽ എനർജിയാണ് യൂസ് ചെയ്യുന്നത്. അത് ഇതിനൊരു ഫിഗർ കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, ഇതാണ് നമ്മുടെ ബോൾ മില്ലിംഗ് മെത്തേഡ് വരുന്നത്. ബോൾ മില്ലിംഗിൽ എന്തുണ്ട്? ആദ്യം ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നർ ഉണ്ടാകും. അതിനുള്ളിൽ എന്തുണ്ടാകും? ഒരു സിലിക്കൺ കാർബൈഡ് അല്ലെങ്കിൽ ഒരു ടങ്സ്റ്റൺ കാർബൈഡ് ബോൾസ് ഉണ്ടാവും. നോക്കൂ, ഒരു സിലിക്കന്റെ ഒരു കണ്ടെയ്നർ ഉണ്ട്. ആ കണ്ടെയ്നറിൽ സിലിക്കണ്ട അല്ല, സോറി, സിലിക്കണ്ട അല്ല, നമ്മുടെ ഒരു സ്റ്റീലിന്റെ ഒരു കണ്ടെയ്നർ ഉണ്ടാകും. അതിനുള്ളിൽ എന്തുണ്ട്? കണ്ടോ, ഒരു ബോൾസ് കണ്ടോ? ഇങ്ങനെ സിലിക്കൺ കാർബൈഡ് അല്ലെങ്കിൽ ടങ്സ്റ്റന്റെ ഒരു ബോൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഓക്കെ. ദെൻ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നർ ഉണ്ടായിരിക്കും. സിലിക്കൺ കാർബൈഡ് ഓർ ടങ്സ്റ്റൺ കാർബൈഡ് ബോൾസ് ഉണ്ടായിരിക്കും. ദെൻ മില്ല് ആൻഡ് പൗഡർ റൊട്ടേറ്റിംഗ്. ഈ മില്ല് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. മില്ലും ഈ ഈ ഈ കണ്ടെയ്നർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞു ഈ സ്റ്റീലിന്റെ ഈ കണ്ടെയ്നർ കണ്ടല്ലോ, ഈ സ്റ്റീലിന്റെ കണ്ടെയ്നർ റൊട്ടേറ്റ് ചെയ്യും. ആ സ്റ്റീലിന്റെ കണ്ടെയ്നറിൽ എന്തുണ്ട്? നമ്മുടെ മില്ലിംഗ് ബോൾസ് ഉണ്ട്. ഈ മില്ലിംഗ് ബോൾസ് എന്തിന്റെ ബോൾസ് ആണ്? ഒന്നല്ലെങ്കിൽ സിലിക്കൺ കാർബൈഡ് ആകാം, അല്ലെങ്കിൽ ടങ്സ്റ്റൺ ആവാം. ടങ്സ്റ്റൺ കാർബൈഡ് ബോൾസ് ആവാം, അല്ലെങ്കിൽ സിലിക്കൺ കാർബൈഡ് ബോൾസ് ആവാം. ഓക്കെ, സിലിക്കൺ കാർബൈഡ് ആവാം, അല്ലെങ്കിൽ ടങ്സ്റ്റൺ കാർബൈഡ് ബോൾസ് ആവാം. ഓക്കെ, സോറി. നോക്കൂ, നമുക്ക് ഏത് മെറ്റീരിയൽ ആണോ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിന്റെ ഒരു ബൾക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ എന്താകും? നമ്മൾ ഈ കണ്ടെയ്നറിന്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കും. അതിന്റെ കൂടെ നമ്മൾ ഈ മില്ലിംഗ് ബോൾസും ഇട്ട് കൊടുക്കും. അപ്പൊ അത് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യും. നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബൾക്ക് മെറ്റീരിയൽ എന്താകും? ബൾക്ക് മെറ്റീരിയൽ പൗഡേർഡ് ആയിട്ട് അത് നാനോമീറ്റർ സ്കെയിലേക്ക് വരും. അങ്ങനെയാണ് ഈ ബോൾ മില്ലിംഗ് മെത്തേഡിൽ നമ്മൾ നാനോ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോക്കൂ, ബോൾ മില്ലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. മെക്കാനിക്കൽ എനർജി ഈസ് യൂസ്ഡ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്നർ,
സിലിക്കൺ കാർബൈഡ് ഓർ ടെങ്സ്റ്റൺ കാർബൈഡ് ബോൾസ്. ഓക്കെ, ദെൻ മിൽ ആൻഡ് പൗഡർ റൊട്ടേറ്റിംഗ്. നമ്മുടെ ആ മെറ്റീരിയൽ, നമുക്ക് ഏത് മെറ്റീരിയൽ ആണോ ഉണ്ടാക്കേണ്ടത് ആ മെറ്റീരിയൽ, അതിന്റെ ബൾക്കായിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇട്ട് കൊടുക്കും. ആ മെറ്റീരിയലും ഈ ബോൾസും കൂടി ആ മില്ലിന്റെ ഉള്ളിൽ കിടന്നിട്ട് കറങ്ങും, നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഏത് സൈസിലുള്ള നാനോ പൗഡേഴ്സാണ് ലഭിക്കുക? 2 to 20 നാനോമീറ്റർ ഇൻ സൈസ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. അപ്പൊ 2 to 20 നാനോമീറ്റർ സൈസിലുള്ള നാനോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക? ബോൾ മില്ലിംഗ് മെത്തേഡ്. ദെൻ സൈസ് ഓഫ് നാനോ പൗഡർ ഡിപ്പെൻഡ് സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ബോൾസ്. നമ്മൾ പറഞ്ഞു ഇതിലുള്ള ഈ ബ്ലാക്ക് കളറിലുള്ള ഈ ബോൾസ് ഉണ്ടല്ലോ, ഈ ബോൾസിന്റെ മില്ലിംഗ് ബോൾസ്, ഈ ബോൾസിന്റെ റൊട്ടേഷന്റെ സ്പീഡ് അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന എന്ത് നാനോ മെറ്റീരിയലിന്റെ സൈസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇതിന് അടുത്ത മെത്തേഡാണ് സ്പട്ടറിംഗ് മെത്തേഡ്. സ്പട്ടറിംഗ് മെത്തേഡ് ഏതിലാ വരുന്നത്? നോക്കൂ, ഏതിലാ സ്പട്ടറിംഗ് മെത്തേഡ് വരുന്നത്? ടോപ്പ് ഡൗൺ അപ്രോച്ചിലാണ് സ്പട്ടറിംഗ് മെത്തേഡ് വരുന്നത്. എന്താണ് സ്പട്ടറിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? സ്പട്ടറിംഗ് മെത്തേഡിന് മറ്റൊരു പേരാണ് ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ മെത്തേഡ്, PVD എന്ന് പറയും കേട്ടോ. നമ്മൾ കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ എന്താ പറഞ്ഞത്? CVD എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഫിസിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ മെത്തേഡ് എന്നുള്ള ഒരു നെയിമും കൂടി എന്തിനുണ്ട്? സ്പട്ടറിംഗ് മെത്തേഡിനുണ്ട്. Atoms in the solid states are released and passes into the gas phase by bombardment with energetic ions. Vaporization occurs of a solid material by bombarding it by ion energy. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു സ്പട്ടറിംഗ് ഒരു ടാർഗറ്റ് കണ്ടല്ലോ. ആ ടാർഗറ്റിലേക്ക് എന്ത് വരും? അയോൺസ് ആർ ജനറേറ്റഡ് ആൻഡ് അയോൺസ് വരും. ഇവിടെ നോക്കൂ, ആർഗൺ പ്ലസ് അയോൺസ് വന്നല്ലോ, ഇനേർട്ട് ആയിട്ടുള്ള അയൺസ് വരും. ഈ ആർഗൺ പ്ലസ് അയൺസ് വന്നിട്ട് ഈ ടാർഗറ്റിൽ വന്ന് ഇജക്ട് ചെയ്യും, ഈ ടാർഗറ്റിൽ വന്നിട്ട് ബമ്പാർഡ് ചെയ്യും. അപ്പൊ എന്താകും? നമ്മുടെ ഈ ടാർഗറ്റിൽ നിന്നും ആ മെറ്റീരിയൽസ് എജക്ട് ചെയ്യും. അങ്ങനെ എജക്ട് ചെയ്തിട്ട് ഒരു സബ്സ്ട്രേറ്റ്, മേലെ കണ്ട ഒരു സബ്സ്ട്രേറ്റ് ആൻഡ് ഫില്ലിംഗ് ഗ്രോത്ത് എന്ന് പറഞ്ഞില്ലേ, അതിൽ ആ സബ്സ്ട്രേറ്റിലേക്ക് പോകും. അങ്ങനെ ആ സബ്സ്ട്രേറ്റിൽ ചെന്നിട്ട് ഈ ആറ്റംസ് ചെന്നിട്ട് എന്താകും? കണ്ടൻസ് ചെയ്തിട്ട് നമുക്ക് ഏത് മെറ്റീരിയൽ ആണോ വേണ്ടത് ആ മെറ്റീരിയൽ ആ സബ്സ്ട്രേറ്റിൽ ഫില്ലിംഗ് പോലെ വന്ന് ഗ്രോത്ത് ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് നമുക്കൊരു ടാർഗറ്റ്, ഏത് മെറ്റീരിയൽ ആണോ ഉണ്ടാക്കേണ്ടത് അതിന്റെ ഒരു ടാർഗറ്റ് മെറ്റീരിയൽ, നമ്മൾ ഒരു വലിയൊരു മെറ്റീരിയൽ നമ്മൾ ഇവിടെ സ്പട്ടറിംഗ് ടാർഗറ്റ് എന്ന് പറഞ്ഞ് അവിടെ വെക്കും, ടാർഗറ്റ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യും. ദെൻ അതിലേക്ക് നമ്മൾ ആർഗൺ പ്ലസ് അയൺസ് വന്നിട്ട് ബമ്പാർഡ് ചെയ്യും. ബമ്പാർഡ് ചെയ്യുമ്പോൾ എന്താകും? ആ ടാർഗറ്റ് മെറ്റീരിയലിൽ നിന്നും നമ്മുടെ എന്താകും? നമുക്ക് വേണ്ട നാനോ പാർട്ടിക്കിൾസ് ഇവാപറേറ്റ് ചെയ്ത് പോകും. അതായത് ഇജക്ട് ചെയ്ത് പോയിട്ട് നമ്മുടെ സബ്സ്ട്രേറ്റിൽ ചെന്നിട്ട് കണ്ടൻസ് ചെയ്യും. സബ്സ്ട്രേറ്റിൽ ചെന്ന് കണ്ടൻസ് ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് അത് ഗ്രോ ചെയ്യും. ദെൻ ഒരു തിൻ ഫിലിം ആയിട്ട് ഗ്രോ ചെയ്യും. അതാണ്, മനസ്സിലായല്ലോ, സ്പട്ടറിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ലേസർ അബ്ലേഷൻ മെത്തേഡ്. ലേസർ അബ്ലേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാല് carbon is evaporated at high temperatures from graphite target using a powerful and focused laser beams. അതായത് പവർഫുൾ ആയിട്ടുള്ള ലേസർ ബീംസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മള് ഇപ്പൊ ഗ്രാഫൈറ്റ് ആണെങ്കിൽ ഗ്രാഫൈറ്റിന്റെ നാനോ മെറ്റീരിയൽസ് ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഗ്രാഫൈറ്റ് ടാർഗറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ലേസർ ബീംസ് ആണ് യൂസ് ചെയ്യുന്നത്. ലേസർ ബീംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഗ്രാഫൈറ്റ്, അതായത് നമുക്ക് ഏത് മെറ്റീരിയൽ ആണോ വേണ്ടത് ആ മെറ്റീരിയലിനെ നമ്മൾ അതിന്ന് ഇജക്ട് ചെയ്യിക്കുക ലേസർ ബീം വെച്ചിട്ട്. As the vaporized carbon condenses, nanotubes develops on the cooler surface of the oven. ഓക്കെ, ഇപ്പൊ നമ്മൾ ഗ്രാഫൈറ്റിന്റെ നാനോ ട്യൂബ്സ് ഒക്കെ ഈ വഴിയാണ്, ലേസർ അബ്ലേഷൻ മെത്തേഡ് വഴിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ടാർഗറ്റ് മെറ്റീരിയൽ ആയിട്ട് ഏതാ യൂസ് ചെയ്യുക? ഗ്രാഫൈറ്റ് ആണ് യൂസ് ചെയ്യുക. ആ ഗ്രാഫൈറ്റിൽ വന്നിട്ട് ലേസർ ബീംസ് വന്നിട്ട് ഹിറ്റ് ചെയ്യും. അങ്ങനെ ലേസർ ബീംസ് വന്ന് ഹിറ്റ് ചെയ്തിട്ട് അതിന്ന് ആറ്റംസ് വരും. ആ ആറ്റംസ് വേപ്പറൈസ് ചെയ്ത് വന്നിട്ട് ആ വേപ്പേഴ്സിനെ കണ്ടൻസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? നാനോ ട്യൂബ്സ് കിട്ടും. ഓക്കെ, അപ്പൊ ലേസർ അബ്ലേഷൻ വഴിയാണ് നാനോ ട്യൂബ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്ത മെത്തേഡാണ് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ മെത്തേഡ്. കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ മെത്തേഡ് ഏതിലാ വരുന്നത്? നമ്മുടെ ബോട്ടം അപ്പിലാണ് വരുന്നത് അല്ലെ? നോക്കൂ, CVD ബോട്ടം അപ്പ് അപ്രോച്ചിലാണ് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ വരുന്നത്. അപ്പൊ എന്താണ് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞാല്? Substrate is exposed to one or more volatile precursors which react or decompose on the substrate surface to produce desired product. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട്. ഈ സബ്സ്ട്രേറ്റിലേക്ക് നമ്മുടെ മേലെ കണ്ടോ റിയാക്റ്റീവ് ഗ്യാസസ് എഴുതിക്കണം. ഈ റിയാക്റ്റീവ് ഗ്യാസസ് വരും. ഈ റിയാക്റ്റീവ് ഗ്യാസസ് സബ്സ്ട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാകും?
substrate is exposed to one or more volatile precursors which react or decompose on the substrate surface to produce desired product. നമുക്ക് ഏത് പ്രോഡക്റ്റ് ആണോ ലഭിക്കേണ്ടത് ആ പ്രോഡക്റ്റ് ലഭിക്കും. അതായത് റിയാക്റ്റീവ് ആയിട്ടുള്ള വോളട്ടൈൽ ഗ്യാസസ് വരും. ഗ്യാസസ് വന്ന് സബ്സ്ട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. ദെൻ റിയാക്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് വേണ്ട പ്രോഡക്റ്റ് ഫോം ചെയ്യും. അറ്റ് ദ സെയിം ടൈം കുറച്ച് ബൈ പ്രോഡക്ട്സും ഫോം ചെയ്യും. ആ ബൈ പ്രോഡക്ട്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? നമ്മുടെ കരിയർ ഗ്യാസ് കണ്ടില്ലേ? കരിയർ ഗ്യാസ് കൂടി നമ്മൾ ഈ ചേംബറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആ കരിയർ ഗ്യാസിന്റെ കൂടെ ഈ ബൈ പ്രോഡക്ട്സ് റിമൂവ് ചെയ്ത് പോകും. ദെൻ നമുക്ക് വേണ്ട പ്രോഡക്ട്സ് എന്താകും? പ്രോഡക്ട്സ് നമുക്ക് കിട്ടും. Substrate is exposed to one or more volatile precursors. Volatile precursors എന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് റിയാക്റ്റീവ് ഗ്യാസസ് which react or decompose on the substrate surface to produce desired product. Then byproducts are removed by carrier gas flow through the reaction chamber. റിയാക്ഷൻ ചേംബറിലൂടെ ഫ്ലോ ചെയ്യുന്ന കരിയർ ഗ്യാസ് എന്ത് റിമൂവ് ചെയ്യും? ബൈ പ്രോഡക്ട്സ് റിമൂവ് ചെയ്യും. ദെൻ കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഹൈ പ്യൂരിറ്റി ഹൈ പെർഫോമൻസ് സോളിഡ് മെറ്റീരിയൽ. നമുക്ക് നല്ല ഹൈ പ്യൂരിറ്റി ആയിട്ടുള്ള നല്ല പ്യുവർ ആയിട്ടുള്ള ഹൈ പെർഫോമൻസ് സോളിഡ് മെറ്റീരിയൽസ് ലഭിക്കാൻ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്? കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ മെത്തേഡ്. കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ മെത്തേഡ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ടോപ്പ് ഡൗൺ ആണോ ബോട്ടം അപ്പ് ആണോ വരുന്നത്? ബോട്ടം അപ്പ് മെത്തേഡിലാണ് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ, ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകൂ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സ് പഠിച്ചു. ടോപ്പ് ഡൗൺ മെത്തേഡ് ഉണ്ട്, ബോട്ടം അപ്പ് മെത്തേഡ് ഉണ്ട്. ദെൻ അതിൽ വരുന്ന ഏതൊക്കെ മെത്തേഡാണ് ടോപ്പ് ഡൗണിൽ വരുന്നത്, ഏതൊക്കെ മെത്തേഡ്സ് ആണ് ബോട്ടം അപ്പിൽ വരുന്നത് എന്ന് പഠിച്ചു. ദെൻ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചില മെത്തേഡ്സും പഠിച്ചു. ഓക്കെ, നാനോ മെറ്റീരിയൽ ഫാബ്രിക്കേഷൻ. നമ്മൾ നാനോ മെറ്റീരിയലിന് സിന്തസൈസ് ചെയ്യുന്നതിന് നാനോ മെറ്റീരിയൽ ഫാബ്രിക്കേഷൻ എന്നാണ് പറയട്ടോ. നാനോ മെറ്റീരിയൽ ഫാബ്രിക്കേഷൻ മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. ദെൻ അടുത്ത് നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് ടോപ്പിക് എന്താണ്? ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയൽസ്. നമ്മളെ ഇപ്പോഴത്തെ ഡെയിലി ലൈഫിൽ വളരെ ഇമ്പോർട്ടൻസ് ആണ് നാനോ മെറ്റീരിയൽസിന്. ഇപ്പോഴത്തെ ടെക്നോളജീസിൽ വളരെ വളരെ ഇമ്പോർട്ടൻസ് ആണ് നാനോ മെറ്റീരിയൽസിനുള്ളത്. then എന്തൊക്കെയാണ്? ഇൻ മെഡിസിനിൽ എന്താണ്? ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി. നമ്മൾ പറഞ്ഞു ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി റെഡ്യൂസസ് സൈഡ് എഫക്ട്. ദെൻ റെയർലി എന്നല്ല കേട്ടോ, ഇവിടെ ഏർലി എന്നാണ്, EARLY ആണ്. ഏർലി ഡയഗ്നോസിസ് ഓഫ് ഡിസീസ്. നമ്മുടെ ഡിസീസ് നമുക്ക് നേരത്തെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട്. ദെൻ നമ്മളെ ഡ്രഗ്സിനൊക്കെ ഉള്ള ഇതിന്റെ സൈഡ് എഫക്ട്സ് കുറക്കാൻ പറ്റും. ദെൻ ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി. ഇലക്ട്രോണിക്സിൽ എന്താണ്? റെഡ്യൂസസ് പവർ കൺസംഷൻ. നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് പവർ കൺസംഷൻ കുറക്കാൻ പറ്റും. ലെസ് സൈസ് ആൻഡ് വെയിറ്റ് ഓഫ് കമ്പോണൻസ്, സ്മോളർ ആൻഡ് ഫാസ്റ്റർ പ്രോസസ്സേഴ്സ്. നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ദെൻ റെഡ്യൂസസ് പവർ കൺസംഷൻ, ലെസ് സൈസ് ആൻഡ് വെയിറ്റ് ഓഫ് കമ്പോണൻസ്, സ്മോളർ ആൻഡ് ഫാസ്റ്റർ പ്രോസസ്സേഴ്സ്. ഓക്കെ, അടുത്തതാണ് പെയിന്റ്സ്. പെയിന്റ്സിൽ എന്താണ്? ഇൻകോർപ്പറേറ്റിംഗ് നാനോ പാർട്ടിക്കിൾസ് ഇൻ പെയിന്റ്സ് കുഡ് ഇംപ്രൂവ് ദയർ പെർഫോമൻസ്. നമ്മുടെ പെയിന്റ്സിൽ നാനോ പാർട്ടിക്കിൾസ് കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ഇമ്പാർട്ട് വേരിയസ് ഫങ്ഷണൽ പ്രോപ്പർട്ടീസ് ലൈഫ് സെൽഫ് ക്ലീനിങ്. ഇപ്പൊ നമ്മുടെ പെയിന്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് അതിന് സെൽഫ് ക്ലീനിങ് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടുള്ള നാനോ പാർട്ടിക്കിൾസ് നമുക്ക് പെയിന്റ്സിൽ നമുക്ക് ആഡ് ആക്കാൻ പറ്റും. ദെൻ സൺസ്ക്രീൻ ആൻഡ് കോസ്മെറ്റിക്സ്. അപ്പോൾ സൺസ്ക്രീനിലും കോസ്മെറ്റിക്സിലൊക്കെ നമ്മൾ നാനോ പാർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. Okay, nano sized titanium dioxide, zinc oxides are currently used in some sunscreen as they absorb and reflect UV rays. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു സിങ്ക് ഓക്സൈഡ് അതിന്റെ നാനോ മെറ്റീരിയൽ സൈസിലേക്ക് വരുമ്പോൾ അതിന് എന്തിനുള്ള പ്രോപ്പർട്ടി ഉണ്ട്? അൾട്രാ വയലറ്റിനെ ബ്ലോക്ക് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉണ്ട് എന്ന് നമ്മൾ ഈ ക്ലാസിന്റെ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചു അല്ലെ? ബൾക്കിൽ നിന്നും ഒരു നാനോ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ അതിന് എന്തൊക്കെ പ്രോപ്പർട്ടീസിൽ ഡിഫറൻസ് വരുന്നുണ്ട് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ സിങ്ക് ഓക്സൈഡിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ സൺസ്ക്രീനിലും കോസ്മെറ്റിക്സിലൊക്കെ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ടൈറ്റാനിയം ഡയോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്, സിങ്ക് ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഏതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് സൺസ്ക്രീനിൽ യൂസ് ചെയ്യുന്ന നാനോ മെറ്റീരിയൽ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊരു കെമിക്കൽ ഏതാന്ന് അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണ്? സിങ്ക് ഓക്സൈഡ് ഉണ്ട്, ദെൻ ടൈറ്റാനിയം ഡയോക്സൈഡ് ഉണ്ട്. ദെൻ ട്രാൻസ്പാരന്റ് ടു വിസിബിൾ ലൈറ്റ് ആൻഡ് സോ ആർ മോർ അപ്പീലിംഗ് ടു ദ കൺസ്യൂമർ. നമ്മുടെ വിസിബിൾ ലൈറ്റിന് അത് ട്രാൻസ്പാരന്റ് ആണ്, പക്ഷെ UV ലൈറ്റിന് അത് എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. ഓക്കെ,
നാനോ സൈസ്ഡ് അയൺ ഓക്സൈഡ് ഈസ് പ്രസന്റ് ഇൻ സം ലിപ്സ്റ്റിക് ആസ് എ പിഗ്മെന്റ്. അപ്പൊ നമ്മുടെ ലിപ്സ്റ്റിക്കില് പിഗ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് യൂസ് ചെയ്യുന്നുണ്ട്? നാനോ സൈസ്ഡ് അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡിന് ഒരു റെഡ് കളർ ആണല്ലോ, അപ്പോൾ അത് നമ്മുടെ ലിപ്സ്റ്റിക്സിൽ പിഗ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സൺസ്ക്രീനിലും കോസ്മെറ്റിക്സിലൊക്കെ ഇതിന്റെ നാനോ പാർട്ടിക്കിൾസിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, ദെൻ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് അതായത് നാനോ ഫോട്ടോ കാറ്റലിസ്റ്റ് ആർ മച്ച് മോർ എഫിഷ്യന്റ് ദാൻ മൈക്രോ ആൻഡ് മാക്രോ ഫോട്ടോ കാറ്റലിസ്റ്റ്. ദ ഡീഗ്രേഡ് ദ ടോക്സിക് കളറൻസ് ആൻഡ് അതർ ഓർഗാനിക് സ്പീഷീസ്. നമ്മുടെ എഫ്ലുവൻസിന്റെ എഫ്ലുവൻസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതിലെ ടോക്സിക് സബ്സ്റ്റൻസിനൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നുണ്ട്? നാനോ ഫോട്ടോ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ നാനോ ഫോട്ടോ കാറ്റലിസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സാധാ മാക്രോ ഫോട്ടോ കാറ്റലിസ്റ്റിനേക്കാൾ മച്ച് മോർ എഫിഷ്യന്റ് ആണ്. ഓക്കെ, ദെൻ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റിൽ നമ്മൾ നാനോ ഫോട്ടോ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സൺസ്ക്രീൻ ആൻഡ് കോസ്മെറ്റിക്സിൽ ഏതൊക്കെ യൂസ് ചെയ്യുന്നത്? ടൈറ്റാനിയം ഡയോക്സൈഡ്, സിങ്ക് ഓക്സൈഡ്. നമ്മുടെ ലിപ്സ്റ്റിക്കിൽ പിഗ്മെന്റ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അത് ഏതാണ്? അയൺ ഓക്സൈഡ്. ഓക്കെ, ദെൻ നമ്മുടെ ഫുഡിൽ എന്താണ്? ഫുഡ് ഇൻഡസ്ട്രീസിൽ എന്താണ് നമ്മൾ എങ്ങനെയാണ് നാനോ ടെക്നോളജി യൂസ് ചെയ്യുന്നത്? നാനോ ടെക്നോളജി ക്യാൻ ബി അപ്ലൈഡ് ഇൻ ദ പ്രൊഡക്ഷൻ, പ്രോസസിംഗ്, സേഫ്റ്റി ആൻഡ് പാക്കേജിംഗ് ഓഫ് ഫുഡ്. നമ്മുടെ ഫുഡ് പാക്കേജിങ്ങില്, അതിന്റെ പ്രോസസ്സില്, പ്രൊഡക്ഷനിലൊക്കെ നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. നാനോ കോമ്പോസൈറ്റ്സ് കോട്ടിംഗ് പ്രോസസ് കുഡ് ഇംപ്രൂവ് ഫുഡ് പാക്കേജിംഗ് ബൈ പ്ലേസിംഗ് ആന്റി മൈക്രോബിയൽ ഏജന്റ് ഡയറക്ട്ലി ഓൺ ദ സർഫസ് ഓഫ് ദ കോട്ടഡ് ഫിലിം. നമ്മുടെ ഈ നാനോ കോമ്പോസൈറ്റ്സ് കോട്ടിംഗ് പ്രോസസ് കുഡ് ഇംപ്രൂവ് ഫുഡ് പാക്കേജിംഗ് ബൈ പ്ലേസിംഗ് ആന്റി മൈക്രോബിയൽ ഏജന്റിന് പറയാം നമുക്ക് ഏത് യൂസ് ചെയ്യാം? നാനോ കോമ്പോസൈറ്റ്സ് കോട്ടിങ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഡയറക്ട്ലി ഓൺ ദ സർഫസ് ഓഫ് ദ കോട്ടഡ് ഫിലിം. നമ്മുടെ ഫുഡ് പാക്കേജിംഗിൽ നാനോ കോമ്പോസിറ്റ്സ് കോട്ടിങ്സ് ആയിട്ട് നമുക്ക് നാനോ മെറ്റീരിയൽസിനെ യൂസ് ചെയ്യാം. ദെൻ അതിന്റെ പ്രൊഡക്ഷൻസിൽ, പ്രോസസ്സിംഗിൽ, പാക്കേജിംഗ് ഓഫ് ഫുഡ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിന്റെ നാനോ മെറ്റീരിയൽസിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, നോട്ട്സ് നന്നായിട്ട് പഠിക്കുക. എല്ലാ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇതുവരെ എടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ.